അപ്പം അവരെങ്ങനെയാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിനെ കാണുന്നത് എന്നൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലേ. നമ്മൾ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് അടുത്ത പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ആണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്താണെന്നാണ് പറഞ്ഞത്. പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ്. അതായത് ഈ നമ്മളുള്ള സിസ്റ്റം എന്താണ് ഈ പറയുന്ന രീതിയിൽ ഈ സിസ്റ്റം ആയിക്കോട്ടെ, അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഈ സൊസൈറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആ ഒരു സിസ്റ്റം മാറുന്ന അനുസരിച്ചുള്ള ആ ഡെവലപ്മെന്റ്. ഓക്കെ, സിസ്റ്റം മാറുന്ന അനുസരിച്ചുള്ള ആ ഡെവലപ്മെന്റിനാണ് നമ്മൾ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ഗ്രോത്ത് ആണെന്ന് പറഞ്ഞു. അപ്പം പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെന്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, പലതരത്തിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചും പറഞ്ഞു. പിന്നെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഫേസ് ചെയ്യുന്ന കുറച്ച് ക്രൈസിസുകളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഐഡന്റിറ്റി ക്രൈസിസ്, ലെജിറ്റിമിറ്റി ക്രൈസിസ്, പെനിട്രേഷൻ ക്രൈസിസ്, അങ്ങനെ കുറച്ച് ക്രൈസിസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കെനത്ത് ഓർഗാൻസിയുടെ ഈ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് വ്യൂ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഒരു കാര്യം വിട്ടുപോയി, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ്സിൽ. ലൂസിയൻ പൈയുടെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ലൂസിയൻ പൈയുടെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് തൊട്ടാണ്. ഓക്കെ, എ പ്രോമിനന്റ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ഐഡന്റിഫൈഡ് ദ കീ എലമെന്റ്സ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആസ് ഇക്വാലിറ്റി, കപ്പാസിറ്റി, ഡിഫറൻഷിയേഷൻ. അപ്പൊ ലൂസിയൻ പൈ പറയുന്നത് ഒരു 3 ആസ്പെക്ട് വെച്ചിട്ടാണ്. അതാണ് ഇക്വാലിറ്റി, കപ്പാസിറ്റി ആൻഡ് ഡിഫറൻഷിയേഷൻ. ഓക്കെ, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. Equality refers to the increasing equalization of political rights and opportunities among the population. അപ്പൊ ഇക്വാലിറ്റി എന്ന ടേം പോലെ തന്നെ എന്താണ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഈ പറയുന്ന പൊളിറ്റിക്കൽ റൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും എല്ലാം കിട്ടുന്ന ഒരു സമൂഹം. ഓക്കെ, പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ വോട്ടിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ഷനിൽ കോൺടെസ്റ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ, ഇതെല്ലാം പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ പബ്ലിക് സ്പിയറിൽ ഒപ്പീനിയൻസ് പറയാനുള്ള സ്പേസ് കിട്ടുക, ഇതെല്ലാം പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈക്വൽ ആയിട്ട് കിട്ടണം. എന്താ ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ കൾച്ചറിൽ ഈക്വൽ ആയിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന രീതിയിൽ ആ സിസ്റ്റത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് നടക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് കപ്പാസിറ്റി. ദ എബിലിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു റെസ്പോണ്ട് ടു ദ നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് സൊസൈറ്റി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, ഒരു ഇൻപുട്ട് പ്രോസസ്സും ഉണ്ട്, ഒരു ഔട്ട്പുട്ട് പ്രോസസ്സും ഉണ്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ നീഡ്സും ഡിമാൻഡ്സും നമ്മൾ ഈ പറയുന്ന സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് വേണം, റെസ്പോൺസ് വരണം. ആ റെസ്പോൺസ് പോളിസി എന്ന രീതിയിലാകാം, അല്ലെങ്കിൽ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ ജുഡീഷ്യറിയിൽ നിന്ന് എന്താണ് ജഡ്ജ്മെന്റ്സ് എന്ന രീതിയിലാകാം. ഓക്കെ, അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഓക്കെ, ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ കാര്യങ്ങൾ നീഡ്സിനും ഡിമാൻഡ്സിനും അനുസരിച്ച് തിരിച്ച് കറക്റ്റായ രീതിയിൽ റെസ്പോൺസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മുഖേന ഓക്കെ റെസ്പോൺസ് തരാനുള്ള കപ്പാസിറ്റി, ഓക്കെ അതിനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിൽക്കേണ്ട ആവശ്യമാണ്. അവർക്ക് ആ കപ്പാസിറ്റി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ ഒരു ഇൻസ്റ്റബിലിറ്റി വരും. ഓക്കെ, സ്റ്റേബിൾ ആയ രീതി പോകാൻ പറ്റത്തില്ല. ഓക്കെ, ഡിഫറൻഷിയേഷൻ മീൻസ് ദ ഡെവലപ്മെന്റ് ഓഫ് സ്പെഷ്യലൈസ്ഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്പെഷ്യലൈസ്ഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പം ഇപ്പം ലോ മേക്കിംഗ്, പാർലമെന്റ് സ്പെഷ്യലൈസ്ഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, അതാണ് തന്നെ ഗവൺമെന്റ് പല ഏജൻസീസും. ഓക്കെ, ഇപ്പൊ ലീഗലി നോക്കുകയാണെങ്കിൽ ജുഡീഷ്യറി ഒരു സ്പെഷ്യലൈസ്ഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, അപ്പം എന്താണ് ഇവരുടെ ഫംഗ്ഷനും ഡെവലപ്മെന്റും അതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞ് ലൂസിയൻ പൈ ഉദ്ദേശിക്കുന്നത്. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇക്വാലിറ്റി, കപ്പാസിറ്റി, ഡിഫറൻഷിയേഷൻ എന്ന ഒരു 3 ആസ്പെക്റ്റിൽ വെച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞ തിങ്കർ ആരാണ് ലൂസിയൻ പൈ ആണ്. ഓക്കെ, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും തിങ്കേഴ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്താണ് ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഓക്കെ, ലൂസിയൻ പൈ പറയാൻ വിട്ടുപോയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ആഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ അത് കേട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മോഡേണൈസേഷൻ തിയറി നോക്കാം. ഓക്കെ, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് തിയറി കെനത്ത് ഓർഗാൻസ്കിയുടെ, ലൂസിയൻ പൈയുടെ, പിന്നെ പിന്നെ എഡ്വേർഡ് ഷിൽസിന്റെ ഒക്കെ നമ്മൾ നോക്കി. ഓക്കെ, കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പം അടുത്തത് മോഡേണൈസേഷൻ തിയറി ആണ് കേട്ടോ. അപ്പൊ എന്താണ് മോഡേണൈസേഷൻ തിയറി എന്ന് നോക്കാം. പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളുള്ള ആ പൊളിറ്റിക്കൽ കൾച്ചർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ കൾച്ചറിന്റെ ഡെവലപ്മെന്റിനെയാണ്. ഓക്കെ, ആ കൾച്ചർ ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് ആ കൾച്ചറും പൊളിറ്റിക്കൽ സിസ്റ്റവും മാറുന്നതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, modernization theory explains the transition of societies from traditional agrarian underdeveloped structure to modern industrialized and advanced economy. മോഡേണൈസേഷൻ തിയറിയും ആ ടേം പോലെ തന്നെയാണ്. അതായത് വളരെ ട്രഡീഷണൽ ആയ അല്ലെങ്കിൽ ഭയങ്കര അഗ്രേരിയൻ ആയ അണ്ടർ ഡെവലപ്ഡ് ആയ
തീരെ സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും. ഓക്കെ, നമ്മൾ ഓർഗനൈസേഷൻ തിയറിയിൽ നമ്മൾ എപ്പോഴും എക്കണോമിക് പെർസ്പെക്റ്റീവ് മാത്രമല്ല കൾച്ചറൽ പെർസ്പെക്റ്റീവ് സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, ഇപ്പം ഭയങ്കരമായ ട്രഡീഷണൽ നോംസ് പിന്തുടർന്നു വരുന്ന ഒരു സമൂഹമാണ് ഈ കൂടെ. ഓക്കെ, ഭയങ്കരമായ ട്രഡീഷണൽ കസ്റ്റംസും നോംസും പിന്തുടരുന്ന സമൂഹവും അഗ്രേറിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ തീരെ ഡെവലപ്മെന്റ് വരാത്ത അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്ന് ഒരു 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 പറയുന്ന ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് മോഡേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട്, ഓക്കെ, അതായത് ഈ പറയുന്ന മോഡേൺ ആയിട്ട്, ഓക്കെ, ഈ പറയുന്ന കൾച്ചറലിയും ഒരുപാട് പുരോഗമനമായ ആശയങ്ങൾ എടുത്തുകൊണ്ടും ഇൻഡസ്ട്രിയലൈസേഷനിലൂടെയും എങ്ങനെ അഡ്വാൻസ് എക്കോണമി ആകുന്നു എന്ന തിയറിയാണ് മോഡേണൈസേഷൻ തിയറി. ഓക്കെ, ഇത് ബേസിക്കലി ഇത് ഒരു യൂറോപ്പ് സെന്റർ തിയറിയാണ്. ഓക്കെ, US ആൻഡ് യൂറോപ്പ് സെന്റർ എ നോർമേറ്റീവ് മോഡൽ. ഓക്കെ, ഇതെന്താണ് ബേസിക്കലി മോഡേണൈസേഷൻ തിയറി എന്ന് പറഞ്ഞാൽ കുറച്ച് വെസ്റ്റേൺ തിയറിയാണ്. ഓക്കെ, മോഡേണൈസേഷൻ തിയറികളെല്ലാം വെസ്റ്റേൺ തിയറി ആയിരിക്കും. കാരണം നമുക്കറിയാലോ വെസ്റ്റിലുള്ള ആൾക്കാർ, അതായത് യൂറോപ്പിലും US പോലുള്ള വെസ്റ്റേൺ നേഷൻസിലുള്ള ആൾക്കാർ പറഞ്ഞാൽ എന്താണ്, അവരാണ് ഏറ്റവും മോഡേൺ സമൂഹം. ഓക്കെ, ഏറ്റവും മോഡേൺ സമൂഹം അവരാണ്. അപ്പൊ അവിടുത്തെ ആൾക്കാർ തന്നെ ഫോം ചെയ്തെടുത്ത തിയറിയാണ്. ഓക്കെ, അതായത് ഇപ്പം ഇവര് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്, ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും എന്താണ് ലാറ്റിൻ അമേരിക്കൻ, ഇന്ത്യ, ഇപ്പം ഏഷ്യയിലെ തന്നെ കുറെ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കയിലെ ആഫ്രിക്കയിലെ രാജ്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ട്രഡീഷണൽ ആണ്, ഭയങ്കര ഷ്രൂഡാണ്. ഓക്കെ, അഗ്രേരിയൻ ആയിട്ടുള്ള അണ്ടർ ഡെവലപ്ഡ് ആയ സ്ട്രക്ചറുകളാണ്. അപ്പൊ അവർക്ക് മോഡേൺ ആവാനുള്ള, ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് അവരുടെ എക്കണോമി വികസിപ്പിക്കാനുള്ള ഒരു തിയറിറ്റിക്കൽ ഒരു സാധനമാണ്. ഓക്കെ, ഒരു തിയറിയാണ്, നോർമേറ്റീവ് ആണ്. ഓക്കെ, നോർമേറ്റീവ് ആണ്. നമ്മൾ പറഞ്ഞു നോർമേറ്റീവ് ഉണ്ട്, എംപെരിക്കലും ഉണ്ട്. ഓക്കെ, നോർമേറ്റീവ് കുറച്ചും കൂടെ ഇതൊരു വാല്യൂ ബേസ്ഡ് ഒരു തിയറിയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആവാം എന്നൊക്കെ പറയുന്ന ഒരു തിയറിയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ വാട്ട് ഔട്ട് ടു ബി, വാട്ട് ഷുഡ് ബി, വാട്ട് ഔട്ട്, ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇത് ഒരു നോർമേറ്റീവ് തിയറിയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു മോഡേൺ സമൂഹമാകാന്ന് പറയുന്ന ഒരു തിയറി. ഓക്കെ, എന്തിന് സെന്റർ ആണ്? യൂറോപ്പ് സെന്റേർഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ US സെന്റേർഡ് ആണ്, വെസ്റ്റ് സെന്റേർഡ് ആണ്. ഓക്കെ, വെസ്റ്റ് സെന്റേർഡ് ആണ് ഈ തിയറി. വെസ്റ്റേൺ രാജ്യങ്ങളെ പോലെ എങ്ങനെയാകാം എന്ന് പറയുന്നത് തിയറി. ഫോക്കസ് പൊളിറ്റിക്കൽ കൾച്ചറൽ ചേഞ്ചസ്, ഇമ്പോസിഷൻ ഓഫ് വെസ്റ്റേൺ വാല്യൂസ് ആൻഡ് പോളിസീസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഇനി കൾച്ചർ ആയിക്കോട്ടെ, കൾച്ചറൽ രീതിയിലാണെങ്കിലും എന്താണ് വെസ്റ്റേൺ പോളിസീസും വാല്യൂസും ഒക്കെ ഇമ്പോസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മോഡേണൈസേഷൻ തിയറി. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, അതായത് ലോകത്തിന്റെ ബാക്കിയുള്ള കോണുകളിലുള്ള ജീവിത രീതി ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ ആയിക്കോട്ടെ, അതെല്ലാം എന്താണ് വളരെ അണ്ടർ ഡെവലപ്ഡ് ആണ്, വളരെ ബാക്ക്വേർഡ് ആണ് എന്ന് പറയുന്ന ഒരു തിയറി കൂടിയാണ് മോഡേണൈസേഷൻ തിയറി. ഓക്കെ, വെസ്റ്റേൺ സമൂഹമാണ് അല്ലെങ്കിൽ വെസ്റ്റിൽ ജീവിക്കുന്ന സമൂഹമാണ് ഏറ്റവും മോഡേൺ. ഓക്കെ, മോഡേൺ ആൻഡ് പ്രോഗ്രസീവ് എന്ന് പറയുന്ന ഒരു തിയറിയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ മെയിൻ തിങ്കേഴ്സ് ആണ് മാക്സ് വെബറും ടാൽക്കോട്ട് പാസണും റോസ്റ്റോയും നമ്മുടെ സാമുവൽ പി ഹണ്ടിങ്ടണും ഗബ്രിയൽ ആൽമണ്ട്, കോൾമാനും ലൂസിയൽ പൈയും ഒക്കെ. അപ്പം അതിനകത്ത് കുറച്ച് പേരുടെ വ്യൂസ് നമുക്ക് നോക്കാം. ടാൽക്കോട്ട് പാസൺസ് വ്യൂ ഓൺ മോഡേണൈസേഷൻ ത്രൂ ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ തിയറി. ഓക്കെ, പുള്ളിയുടെ തിയറിയുടെ പേരെന്താണ്? സ്ട്രക്ചറൽ ഫങ്ഷണൽ തിയറി. Okay, Talcott Parson emphasized on the imperative for the developing countries to adopt the values and practices of the developed nations. അപ്പോൾ പുള്ളി എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ തിയറിയിൽ പുള്ളി എംഫസൈസ് ചെയ്യുന്ന എന്താണ്, ഈ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസ് എന്ത് ചെയ്യണം, ഡെവലപ്ഡ് രാജ്യങ്ങളിലെ, ഓക്കെ, ഡെവലപ്ഡ് രാജ്യങ്ങളിലെ വാല്യൂസും പ്രാക്ടീസും ഒക്കെ കണ്ട് പഠിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ, അത് അഡോപ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് ടാൽക്കോട്ട് പാസൺ പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് ഈ ഡെവലപ്ഡ് നേഷൻസ്? ഡെവലപ്ഡ് നേഷൻസ് വരുന്നതെല്ലാം ഈ പറയുന്ന എന്താണ്, ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങളാണ് ഡെവലപ്ഡ് നേഷൻസ് എന്ന് പറയുന്നത്. ഈവൻ ചൈന പോലും ഡെവലപ്ഡ് നേഷൻ ആണെന്ന് പല രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു ചൈനയിൽ എന്താണ്, ചൈനയിൽ ഈ പറയുന്ന പട്ടിണിയില്ല, തൊഴിലില്ലായ്മയില്ല, എല്ലാവർക്കും ഭവനമുണ്ട്, ജോലിയുണ്ട്, ഒരു വെൽഫെയർ എന്ന രീതിയിൽ എല്ലാം ചൈനയിലുണ്ട്. ഈ പറയുന്ന എന്താണ്, ഈ സ്റ്റേറ്റ് കുറച്ച് ഓട്ടോക്രാറ്റിക് ആയതുകൊണ്ട് എന്താണ് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഫ്രീഡത്തിന് പ്രശ്നമുണ്ട്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ എന്താണ്, അവിടുത്തെ ജനങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അവിടെ ഈ പറയുന്ന ഓട്ടോക്രാറ്റിക് ആണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവിടെ എന്താണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം ഈ പറയുന്ന ഇൻപുട്ട് ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, പക്ഷെ ആ ചൈനയെ പോലും ഇന്നും ഡെവലപ്ഡ് നേഷനായിട്ട് പല ലോകരാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ്, കാരണം യൂറോപ്പ് സെന്റേർഡ് ആയുള്ള രാജ്യങ്ങളെയാണ് ഈ എന്താണ് ഡെവലപ്ഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ് ഈ ഡെവലപ്മെന്റ്, അതാണ് ഒരു ചോദ്യം. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ഈ സാമ്പത്തികമായ ഒരു ചർച്ചയ്ക്കൊക്കെ വേണമെങ്കിൽ വഴിവെക്കാവുന്ന ഒരു സാധനം കേട്ടോ. അതായത് എന്താണ് ഈ സാമ്പത്തികമായ രീതിയിൽ
ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇപ്പം യു എസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സാമ്പത്തികമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് അല്ലെ. അവരുടെ GDP ആയിക്കോട്ടെ, ഹ്യൂമൻ പെർ ക്യാപിറ്റ, ഓക്കെ ഹ്യൂമൻ പെർ ക്യാപിറ്റ ആണ് കേട്ടോ, ഹ്യൂമൻ പെർ ക്യാപിറ്റ ആണ്. ഹ്യൂമൻ പെർ ക്യാപിറ്റ ഇൻഡെക്സ് എടുത്തോട്ടെ, സോറി ഹ്യൂമൻ പെർ ക്യാപിറ്റ ഇൻഡെക്സ് അല്ല, മൊത്തത്തിലുള്ള ഇൻഡെക്സ് ആണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ എടുത്താലും എന്താണ് ഈ പറയുന്ന US ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് US ഡെവലപ്ഡ് നേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ടേക്ക് ഈ വിഷയത്തിൽ. കാരണം എന്താണ് നമ്മളിപ്പോ ചൈനയിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയിൽ ഈ പറയുന്ന പോലെ ആൾക്കാരെ പട്ടിണി കിടക്കാറില്ല. ഓക്കെ, എല്ലാവർക്കും ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്, സൊസൈറ്റി അത്യാവശ്യം പ്രോഗ്രസീവ് ആണ്, ടെക്നോളജി ഭയങ്കരമായിട്ട് എത്തിയിട്ടുള്ള സമൂഹമാണ്, എല്ലാവർക്കും ജോലിയുണ്ട്. ഓക്കെ, സാമ്പത്തികമായിട്ട് കൾച്ചറലി ആണെങ്കിലും ഭയങ്കര സുരക്ഷിതത്വമുള്ള രാജ്യമാണ് ചൈനയിലുള്ള ആൾക്കാർക്ക്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഏറ്റവും സാമ്പത്തിക ശക്തിയായി USA വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും US പോയി കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. നമ്മൾ എന്താണ് ഒരു ന്യൂയോർക്ക് പോലെയുള്ള ഒരു സിറ്റിയൊക്കെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന കുറെ സിനിമകളിലൂടെയും അല്ലെങ്കിൽ സഞ്ചാരത്തിലൂടെയും ഒക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഭവനമില്ലാത്ത, ഓക്കെ ഇപ്പോഴും തെരുവിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരും ഭിക്ഷാടകരും ഒക്കെ ഉള്ളൊരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് എന്താണ് ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഈ ഡെവലപ്പിംഗ് എന്ന് പറയുന്ന ഒരു ചോദ്യം വരുന്നത്. ഓക്കെ, he was highly critical of the customs, ritual, culture, practice of the traditional society as dubbed them as enemy of progress. അപ്പൊ പുള്ളിക്കാരൻ കുറച്ചുകൂടി കൾച്ചറൽ പ്രാക്ടീസസിനെയാണ് ഈ പറയുന്ന രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ഈ പറയുന്ന വെസ്റ്റേൺ കൺട്രീസിലല്ലാത്ത രാജ്യങ്ങളിലുള്ള കസ്റ്റംസ്, റിച്വൽസ്, കൾച്ചറൽ പ്രാക്ടീസസ് ഓഫ് ദ ട്രഡീഷണൽ സൊസൈറ്റീസ്. ഓക്കെ, അതായത് ഇപ്പം ഇന്ത്യയിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്നും എന്താണ് ഈ പറയുന്ന ഹിന്ദു സിവിൽ കോഡിന്റെയും അല്ലെങ്കിൽ ഈ മുസ്ലിം സിവിൽ കോഡിന്റെയും ഒക്കെ ബേസിൽ നടക്കുന്ന ഒരുപാട് കസ്റ്റമർ പ്രാക്ടീസ് ഉണ്ട്. എന്റെ അഭിപ്രായത്തിലും ഭയങ്കര റിഗ്രസീവ് ആയ കുറെ പ്രാക്ടീസുകൾ ഇന്ന് ഇന്ത്യയിൽ തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഇസ്ലാം മതമൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് കോടതിയൊക്കെ തടയിട്ടിട്ടുണ്ട്. സ്റ്റിൽ എന്താണ് ഇങ്ങനത്തെ കുറെ റിലീജിയസ് പരമായിട്ട് വരുന്ന കുറച്ച് കൾച്ചറൽ റിച്വൽസ് ഉണ്ട്, പ്രാക്ടീസസ് ഉണ്ട്, കസ്റ്റംസ് ഉണ്ട് നമ്മൾ ഇന്നും ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡൗറി പോലെയുള്ള കാര്യങ്ങൾ, അപ്പൊ കുറച്ചുകൂടെ കസ്റ്റംസ് ഉണ്ട്. അപ്പൊ പുള്ളി പറയുന്നത് ഈ ട്രഡീഷണൽ സൊസൈറ്റിയിലെ ഇത്തരം കാര്യങ്ങളാണ് ഇവരെ എനിമി ഓഫ് പ്രോഗ്രസ്. ഓക്കെ, ഒരു പ്രോഗ്രസ്സിൽ ഒരു ശത്രു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സൊസൈറ്റി എന്തുകൊണ്ട് പ്രോഗ്രസ് ആവുന്നില്ല അതിന്റെ കാരണം അവർ ഈ ഫോളോ ചെയ്തു വരുന്ന കസ്റ്റം പ്രാക്ടീസസ് ഒക്കെയാണ്. ഓക്കെ, he provided a comparative analysis of values of traditional and modern society. പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വെസ്റ്റേൺ സൊസൈറ്റിയും ട്രഡീഷണൽ സൊസൈറ്റിയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പർട്ടിക്കുലറിസം ആണ്, വെസ്റ്റേൺ സൊസൈറ്റിയിൽ എന്താണ് യൂണിവേഴ്സലിസം ആണ്. ഓക്കെ, യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും ഈ പറയുന്ന പോലെ എല്ലാ കാര്യത്തിലും അസസ് ഉണ്ടാവുന്ന ഒരു കാര്യത്തിലാണ് നമുക്ക് വേണമെങ്കിൽ യൂണിവേഴ്സലിസം എന്ന് പറയാം. ഓക്കെ, എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അസസ് ഉണ്ടാവുന്ന ഒരു കാര്യം. പക്ഷെ ഇവിടെ എന്താണ് പർട്ടിക്കുലറിസം ആണ്, അതായത് ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ആൾക്കാർക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ കാസ്റ്റ് ഓഫ് ആൾക്കാർക്കൊക്കെ ആയിരിക്കും. ഇപ്പൊ ഇന്ത്യയുടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ് ഒരു എല്ലാ കാര്യങ്ങളിലേക്ക് അസസ് ഉണ്ടാവും. ഓക്കെ, നല്ലൊരു ശതമാനം ആൾക്കാരും ഡിപ്രൈവ്ഡ് ആണ്. ഓക്കെ, പിന്നെയാണ് കളക്ടിവിസം. ഓക്കെ, ഇവിടെ എന്താണ് കളക്ടിവിസം ആണ്. ഓക്കെ, വെസ്റ്റേൺ സൊസൈറ്റീസിൽ ഇൻഡിവിജ്വലിസം ആണ്. അത് നമുക്കറിയാൻ പോലെ വെസ്റ്റേൺ സൊസൈറ്റീസ് എന്താണ് കുറച്ചുകൂടെ ലിബറലാണ്. ഓക്കെ, കുറച്ചുകൂടെ ലിബറലാണ്. അവിടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനും ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്സിനുമാണ് ഓക്കെ ഇത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ മറ്റേ തിയറി ഉണ്ടല്ലോ, പേര് ഓക്കെ യൂട്ടിലിറ്റേറിയനിസം. ഓക്കെ, യൂട്ടിലിറ്റേറിയനിസത്തിനാണ് അവിടെ എന്താണ് വെസ്റ്റേൺ സൊസൈറ്റീസിൽ ഈ പറയുന്ന രീതിയിൽ ഭയങ്കര മാർജിൻ കൊടുക്കുന്നത്. കാരണം മാക്സിമം ഹാപ്പിനെസ് ഫോർ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ, എല്ലാവർക്കും എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ട അത്ര ഗ്രോത്ത്. ഓക്കെ, ഭയങ്കര കുറച്ചും കൂടെ എന്താണ് ഷൂട്ട് ഒരു സാധനമാണ് വെസ്റ്റേൺ സൊസൈറ്റി പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ട്രഡീഷണൽ സൊസൈറ്റി കുറച്ചുകൂടെ കളക്ടിവിസം ആണ്. ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത്, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നു, അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ കളക്റ്റീവ് റൈറ്റ്സ്, കളക്റ്റീവ് ലാൻഡ് റിഫോംസ്, അങ്ങനത്തെ ഒരു ഐഡിയയിലാണ് ട്രഡീഷണൽ സൊസൈറ്റി വർക്ക് ആവുന്നത്. അതൊരു നെഗറ്റീവ് പെർസ്പെക്റ്റീവിലാണ് ടാൽക്കോട്ട് പാർസം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് അത്ര നെഗറ്റീവ് ആയിട്ട് കാര്യമല്ല. ഓക്കെ, പിന്നെ എന്താണ് പാട്രിയാർക്കി. ട്രഡീഷണൽ സൊസൈറ്റീസിൽ എന്തുണ്ട്, പാട്രിയാർക്കി ഉണ്ട്. ഓക്കെ, നമുക്കെല്ലാം അറിയുന്ന പോലെ ഒരു പുരുഷാധിപത്യ സമൂഹമാണ്. ഓക്കെ, അതും ഈ പറയുന്ന രീതിയിൽ മതങ്ങൾക്ക് അതിനകത്ത് വലിയ റോൾ ഉണ്ട്. ഈ പുരുഷാധിപത്യം ആക്കുന്നതിൽ ആർക്ക് റോൾ ഉണ്ട്, മതങ്ങൾക്ക് വലിയ റോൾ ഉണ്ട്. ഈ കാസ്റ്റിനായാലും ഈ കൾച്ചറൽ പ്രാക്ടീസസിനായാലും എന്തൊക്കെ ഈ പറയുന്ന പാട്രിയാർക്കിക്ക് ഫ്യൂലപ്പ് ചെയ്യുന്നതിന് ഈ പറയുന്ന റിലീജിയൻസിന് വലിയ റോളാണ്. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ സൊസൈറ്റീസിൽ ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ, അവിടെ എന്താണ് ഈ പറയുന്ന പുരുഷാധിപത്യമാണല്ല, അവിടെ എന്താണ് നിയമത്തിന്റെ കറക്റ്റ് ആയ നിയമമാണെങ്കിലും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ആണ്. എല്ലാവർക്കും എല്ലാം ഒരേ കണക്ക് തന്നെ, ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ റൈറ്റ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ഒരേ കണക്കായിരിക്കും. പിന്നെ ആസ്ക്രൈബ്ഡ് വാല്യൂസ്, ആസ്ക്രൈബ്ഡ് അച്ചീവ്ഡിന്റെ വ്യത്യാസം അറിയുമല്ലോ. ആസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ കുറെ കാലങ്ങളായി ഓക്കെ നീ ഈ പറയുന്ന രീതിയിൽ ഇപ്പം കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ്ക്രൈബ്ഡ് സാധനമാണ്, അതായത് അച്ചീവ്ഡ് അല്ല. അതായത് നീ ഇപ്പം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചു വീഴുന്നതെങ്കിൽ നീ ആ കാസ്റ്റിലായിരിക്കും. ഓക്കെ, ഞാനൊരു ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു അമ്മയുടെ മോഹനായിട്ടാണ് ജനിച്ചു വീഴുന്നതെങ്കിൽ
എനിക്ക് എന്തായി, ഞാനും ദളിതനായിട്ടാണ് ജനിച്ചു വീഴുന്നത്. ഓക്കെ, ഞാനും ദളിതനായിട്ടാണ് ജനിച്ചു വീഴുന്നത്. അതന്നെയാണ് നമ്മൾ ആസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്ന സാധനമൊന്നുമല്ല, നമുക്ക് ജന്മനാ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അത് ഇപ്പൊ കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആസ്ക്രൈബ്ഡ് വാല്യൂ ആണ്, റിലീജിയനും ഒരു ആസ്ക്രൈബ്ഡ് വാല്യൂ ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ആസ്ക്രൈബ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. അതൊക്കെ ട്രഡീഷണൽ സൊസൈറ്റീസ് ആണ്. ഇവിടെ എന്താണ് അച്ചീവ്ഡ് ഐഡന്റിറ്റി ആണ്. ഓക്കെ, നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ വെസ്റ്റേൺ സൊസൈറ്റീസിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇപ്പൊ എന്താണ് പഠിച്ചൊരു എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ അതാണ് എന്റെ ഐഡന്റിറ്റി. ഓക്കെ, ഓക്കെ, അതാണ് എന്റെ ഐഡന്റിറ്റി. അല്ലാതെ നീ ഇന്ന ദളിതനാണ് അല്ലെങ്കിൽ നീ പറയുന്ന എന്താണ് ശൂദ്രനാണ് എന്ന് പറയുന്ന നല്ല ഐഡന്റിറ്റി. ഞാൻ എന്ത് അച്ചീവ് ചെയ്തെടുക്കുന്നോ അതാണ് എന്റെ ഐഡന്റിറ്റി. പിന്നെ മെറിറ്റോക്രസിയാണ്. ഓക്കെ, അല്ലാതെ ഈ പറയുന്ന മതത്തിനോ ഇതൊന്നുമല്ല, മെറിറ്റ് ആണ്. ഓക്കെ, ആര് കൂടുതൽ ഈ പറയുന്ന രീതിയിൽ സ്കില്ലുണ്ടോ, സ്കില്ലുള്ളവന് റോൾ ഉണ്ടാവും വെസ്റ്റേൺ സൊസൈറ്റിയിൽ. above values are the barriers of development in traditional society. അപ്പോൾ എന്താണ് നമ്മൾ ഇത്രയും പറഞ്ഞത്, പർട്ടിക്കുലറിസം, കൾട്ടിവിസം, പാട്രിയാർക്കി, ആസ്ക്രൈബ്ഡ് വാല്യൂസ് ഒക്കെയാണ് ഈ പറയുന്ന രീതിയിൽ ട്രഡീഷണൽ സൊസൈറ്റീസിലെ വലിയ പ്രശ്നമായിട്ട് പറയുന്നത്. above values are the promoted the growth of western society. വെസ്റ്റേൺ സൊസൈറ്റി എന്തുകൊണ്ട് ഗ്രോ ആവുന്നു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലിസം, ഇൻഡിവിജ്വലിസം, ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ, അച്ചീവ്ഡ് ഐഡന്റിറ്റി ആൻഡ് മെറിറ്റോക്രസി. ഓക്കെ, അപ്പൊ അടുത്താണ് വാൾട്ട് റോസ്റ്റോയുടെ 5 stages of economic growth. റോസ്റ്റോ in his famous work The Stages of Economic Growth സജസ്റ്റഡ് ദീസ് 5 stages. അപ്പൊ പുള്ളിക്കാരൻ ഈ പറയുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മോഡേണൈസേഷൻ ഒരു തിയറി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പം ടാൽക്കോട്ട് പാഴ്സന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എക്കണോമിക്കൽ മാത്രമല്ല കുറച്ച് എന്താണ് കൾച്ചറൽ ആണ്. ഓക്കെ, കുറച്ചും കൂടെ കൾച്ചറൽ സാധനത്തിലാണ് ടാൽക്കോട്ട് പാഴ്സൺ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ റോസ്റ്റോ പറഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടെ എക്കണോമിക് പെർസ്പെക്റ്റീവിലാണ്. ഓക്കെ, ഈ മോഡേണൈസേഷന്റെ കാര്യം പറയുമ്പോൾ, അതായത് ഒരു ട്രഡീഷണൽ സൊസൈറ്റി എങ്ങനെ ഒരു മോഡേൺ സൊസൈറ്റി ആവുന്നതിനുള്ള കാര്യത്തിൽ വാൾട്ട് റോസ്റ്റോന്റെ ഒരു 5 stages പറയുന്നുണ്ട്. ഓക്കെ, സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് വർക്കിലാണ്. ഓക്കെ, ഒരു ബുക്കിലാണ് വാൾട്ടർ റോസ്റ്റോ ഈ കാര്യം പറയുന്നത്. 97 ഇറ്റ് റെപ്രസെന്റ് ആൻ എവല്യൂഷണറി ഗ്രോത്ത് വേർ countries would begin to progress from a nascent stage to a higher level of development in a phased manner. അതായത് നാസൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ താഴെ ഒരു ട്രഡീഷണൽ സൊസൈറ്റി ആയിരിക്കട്ടെ അല്ലെങ്കിൽ ഭയങ്കര റിഗ്രസീവ് ആയ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഹയർ ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ഉള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറുന്നതിൽ ഒരു 5 സ്റ്റേജ്. ഓക്കെ, ഒരു 5 സ്റ്റേജ് ആണ് നമ്മുടെ വാൾട്ട് റോസ്റ്റോ പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ട്രഡീഷണൽ സൊസൈറ്റി. ഓക്കെ, പിന്നെ പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് സ്റ്റേജ്, ഡ്രിവൺ ടു മെച്യൂരിറ്റി, ഹൈ മാസ് കൺസംഷൻ. ഇതാണ് പുള്ളി പറയുന്ന 5 സ്റ്റേജ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ട്രഡീഷണൽ സൊസൈറ്റി. അപ്പൊ അതെന്താണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഈസ് വെരി പ്രിമിറ്റീവ് വിത്ത് ലിമിറ്റഡ് ടെക്നോളജി ആൻഡ് റിലയൻസ് ഓൺ സബ്സിസ്റ്റൻസ് ഫാമിംഗ്. പീപ്പിൾ റിലൈ ഓൺ കമ്മ്യൂണിറ്റി ബാർട്ടറിംഗ് റാദർ ദാൻ ആൻ അഡ്വാൻസ്ഡ് ബാങ്കിങ് സിസ്റ്റം. ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നും ഇങ്ങനത്തെ സൊസൈറ്റി ഇല്ല. ഓക്കെ, ട്രഡീഷണൽ സൊസൈറ്റി ഉദ്ദേശിക്കുന്ന വാൾട്ടർ റോസ്റ്റോന്റെ ഒരു പറയുന്ന രീതിയിൽ എന്താണ് ഈ സ്റ്റേറ്റസ് ആണ്. ഓക്കെ, ബേസിക്കലി എങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടായി വരുന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. ട്രഡീഷണൽ സൊസൈറ്റി എന്താണ് വെരി പ്രിമിറ്റീവ് ആണ്. ഓക്കെ, ഭയങ്കര പൗരാണികമായ ഒരു സാധനമാണ്. പിന്നെ വിത്ത് ലിമിറ്റഡ് ടെക്നോളജി, തീരെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇല്ല. പിന്നെ കൂടുതലും ഫാമിങ്ങിലായിരിക്കും റിലേ ചെയ്തിരിക്കുക. ഓക്കെ, അതായത് അഗ്രേരിയൻ മെത്തേഡ്സിലായിരിക്കും റിലേ ചെയ്യുക. ടെക്നോളജിയും ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് വീണ്ടും അപ്പൊ പ്രൊഡക്ഷൻ കുറയുകയാണ്. ഓക്കെ, വീണ്ടും പ്രൊഡക്ഷൻ കുറയും, കാരണം ടെക്നോളജി കുറവാണല്ലോ. അപ്പൊ പ്രൊഡക്ഷനും തീരെ ഉണ്ടാവില്ല. പീപ്പിൾ റിലൈ ഓൺ കമ്മ്യൂണിറ്റി ബാർട്ടറിംഗ് റാദർ ദാൻ അഡ്വാൻസ് ബാങ്കിങ് സിസ്റ്റം. ഇപ്പോഴും എന്താണ് ബാർട്ടറിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക്. ഓക്കെ, ഞാൻ 5 കിലോ അരി കൊടുത്ത് 4 കിലോ പയർ വാങ്ങുന്ന പരിപാടി. ഓക്കെ, അങ്ങനത്തെ ബാർട്ടറിംഗ് പോലത്തെ സിസ്റ്റത്തിലാണ് ട്രഡീഷണൽ സൊസൈറ്റി വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. അതായത് ബാങ്കിങ് സിസ്റ്റം ഒന്നും ഡെവലപ്പ് ആയി വന്നിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് പ്രീ കണ്ടീഷൻ വരുന്നു. പീപ്പിൾ സീ പോസിബിലിറ്റീസ് ഫോർ ഇംപ്രൂവ്മെന്റ്, ഗ്രോയിങ് സ്പെഷ്യലൈസേഷൻ ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് സ്കിൽസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, പ്രീ കണ്ടീഷൻ ടൈപ്പ് എന്താണ് ഈ പറയുന്ന ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയ ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, അതായത് ആൾക്കാര് എന്താണ് ഈ ഇമ്പ്രൂവ് ചെയ്യാനുള്ള, ഇപ്പം അഗ്രികൾച്ചർ തന്നെ ആയിക്കോട്ടെ, അഗ്രികൾച്ചർ തന്നെ പല രീതിയിൽ കൃഷി ചെയ്യാം. ഈ വാല്യൂ ആഡഡ് ക്രോപ്സ് കൃഷി ചെയ്യാൻ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ തന്നെ ടെക്നോളജി കൊണ്ടുവന്ന് കൃഷി ചെയ്യാനൊക്കെ ഉള്ള, കാരണം ടെക്നോളജിയുടെ ഉപയോഗിക്കുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് അവിടെ പ്രൊഡക്ഷൻ കൂടും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പോസിബിലിറ്റീസ് ആൾക്കാർ മനസ്സിലാക്കുന്നു, അതൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ സ്പെഷ്യലൈസേഷൻ ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് സ്കിൽസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ബേസിക്കലി ഈ സ്കില്ല് വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, ആൾക്കാർ അവരുടെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്കില്ല് വർദ്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏത് മുഖേനയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആക്കാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു ബാങ്കിങ് ആകാം. ഓക്കെ, ബാങ്കിങ് നേരത്തെ പറഞ്ഞുകൊണ്ട് ബാങ്കിങ് ആവാം, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ തന്നെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആവാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നു. അപ്പൊ പതിയെ പതിയെ അതെന്താവുന്നു, ആ സൊസൈറ്റി ഒരു മോഡേൺ സൊസൈറ്റിയിലേക്കുള്ള ഒരു ടേക്ക് ഓഫ് ആയിട്ടില്ല, ഒരു പ്രീ കണ്ടീഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതൊരു വിമാനം ഒന്ന് കരുതുക. ഈ വിമാനം കടക്കുന്ന എന്താണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, പണി നടക്കുന്ന സ്ഥലമല്ല, ഇത് വർക്ക്ഷോപ്പാണെന്ന്. ട്രഡീഷണൽ സൊസൈറ്റി ഒരു വർക്ക്ഷോപ്പാണെന്ന് കൂട്ടുക. ഓക്കെ, പൊട്ടി പാളീസായി കിടക്കുന്ന ഒരു വിമാനം. ഓക്കെ, അത് പ്രീ കണ്ടീഷൻ ടേക്ക് ഓഫിലേക്ക് എത്തുമ്പോൾ എന്താണ് അവിടെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നു, പണിയൊക്കെ നടക്കുന്നു, ഉടനെ പറക്കാം എന്നൊരു സാധനത്തിലേക്ക് എത്തുന്നു.
ഇനി അടുത്താണ് ടേക്ക് ഓഫ്, പറന്നു തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, എക്കണോമിക് ഗ്രോത്ത് ബിക്കം സെൽഫ് സസ്റ്റൈനിങ്. Huge technological advancement or development of the domestic manufacturing sector, the rapid increase of regional cities and service industries. ഓക്കെ, അതായത് ഈ പറയുന്ന രീതിയിൽ ആൾക്കാർ അവരുടെ സ്കില്ലൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം. ഓക്കെ, അവരുടെ ജീവിത ശൈലിയിലാണെങ്കിലും അവർക്ക് ജീവിത ഉപാധികളിലാണെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കുന്ന സ്ഥലത്ത് ഓക്കെ പ്രൊഡക്ഷൻ കൂടുന്നു. ഈ പറയുന്ന രീതിയിൽ എക്കണോമിക് ഗ്രോ ആവുന്നു. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, സെൽഫ് സസ്റ്റൈനിങ് ആവുന്നു. ഓക്കെ, അതായത് അത് ഒരു ഓർഡറിൽ എത്തുന്നു. ഓക്കെ, അതായത് നമ്മൾ അധികം പുഷ് ഒന്നും ചെയ്യേണ്ട, ഒരു ഈ പറയുന്ന രീതിയിൽ എക്കണോമിക്ക് വികസിച്ച് ടെക്നോളജി ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന എക്കണോമി താനെ അങ്ങ് വികസിച്ചോളും. ഓക്കെ, താനെ അങ്ങ് വികസിച്ചോളും. സെൽഫ് സസ്റ്റൈനിങ് ആണ്, അത് സസ്റ്റെയിൻ ചെയ്തങ്ങ് പൊക്കോളും. ഓക്കെ, നമ്മളായിട്ട് അതിനകത്ത് കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് തുടർന്ന് ചെയ്തുകൊണ്ട് പോയാൽ മതി. ഓക്കെ, അതാണ് സെൽഫ് സസ്റ്റൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂജ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നു. നമ്മളെ മാനുഫാക്ചറിങ് സെക്ടറൊക്കെ എന്താവുന്നു, മാനുഫാക്ചറിങ് സെക്ടറൊക്കെ ഭയങ്കരമായിട്ട് വികസിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ടെക്നോളജിയും അഗ്രികൾച്ചറും കാര്യങ്ങളും ഒക്കെ വികസിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ സിറ്റീസ്, ഈ പറയുന്ന സിറ്റീസ് ഉണ്ടാവുന്നു. സർവീസ് ഇൻഡസ്ട്രീസും ഉണ്ടാവുന്നു. ഓക്കെ, സർവീസ് ഇൻഡസ്ട്രീസും ഉണ്ടാവുന്നു. ഓക്കെ, സർവീസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. ഓക്കെ, അങ്ങനത്തെ മെഡിക്കൽ ആയിട്ടുള്ള സർവീസ് ഇൻഡസ്ട്രീസ് വരുന്നു, ലീഗൽ ആയിട്ടുള്ള സർവീസ് ഇൻഡസ്ട്രീസ് വരുന്നു. ഓക്കെ, പിന്നെ ഡ്രൈവ് ഓഫ് മെച്യൂരിറ്റി, പിന്നെ ഇതൊരു മെച്യൂരിറ്റിയിലേക്ക് എത്തുകയാണ്. ഓക്കെ, ഇതൊരു മെച്യൂരിറ്റിയിലേക്ക് എത്തുകയാണ്. റേഞ്ച് ഓഫ് ഡൊമസ്റ്റിക് വൈഡൻസ്, റിപ്ലേസ്മെന്റ് ഓഫ് ഇമ്പോർട്ട്സ് വിത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻക്രീസിംഗ് ഡൈവേഴ്സിഫിക്കേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ഹോം ടു അബ്രോഡ്. ഓക്കെ, ഓക്കെ, അതായത് എന്താണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ പ്രൊഡക്ഷൻ ഇങ്ങനെ കൂടി 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 വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിത് ഒരുപാട് രീതിയിൽ നമ്മൾ ഒരുപാട് വേരിയേഷൻസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ നമ്മൾ എന്താണ് ഭീകരമായിട്ട് പല മേഖലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് എന്ത് വരുന്നു, ഇമ്പോർട്ട് കുറയുന്നു, നമ്മുടെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയാണ്. ഓക്കെ, സ്റ്റേറ്റ് തന്നെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റേറ്റ് തന്നെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കാം. ഓക്കെ, സ്റ്റേറ്റ് എന്ന് ഞാൻ പറയുന്ന മൊത്തം സ്റ്റേറ്റിന്റെ കാര്യം കൊണ്ടിടുന്നില്ല, പ്രൈവറ്റ് എന്റിറ്റീസും, കാരണം ഇതൊരു വെസ്റ്റേൺ മോഡലാണല്ലോ. അപ്പം പ്രൈവറ്റ് എന്റിറ്റീസും സ്റ്റേറ്റും കൂടെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡൊമസ്റ്റിക്കിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇമ്പോർട്ടുകളെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അപ്പം സ്റ്റേറ്റിന്റെ വരുമാനം വീണ്ടും കൂടുക, എക്കണോമി അങ്ങ് ഭയങ്കരമായി വളരും. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പബ്ലിക് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈ പറയുന്ന രീതിയിൽ പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഓക്കെ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റേറ്റിന് പിന്നെ കടം എടുക്കേണ്ട ആവശ്യമേ വരില്ല. പക്ഷെ അത് പോവില്ല. ഒരു സ്റ്റേറ്റ് ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ പറയുന്ന പബ്ലിക് സെക്ടർ വർക്ക് ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയല്ല, പ്രോഫിറ്റിന് വേണ്ടിയല്ല പബ്ലിക് സെക്ടർ വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ KSRTC കടത്തിലാണ്, കാര്യങ്ങളാണ്. ഓക്കെ, എന്താണ് സർക്കാരിന്റെ ക്ഷീര വകുപ്പ് ഒക്കെ മിൽമ ഇതിലാണ്, നഷ്ടത്തിലാണ്, കാശില്ലാന്നൊക്കെ പറഞ്ഞാലും അതങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. മീഡിയ അങ്ങനെ പല ആസ്പെക്റ്റും കൊണ്ടുവെക്കും, അതായത് ലാഭത്തിലല്ല നഷ്ടത്തിലാണ്, അത് കഴിവുകേടാണെന്നൊക്കെ കൊണ്ടുവെക്കും. പക്ഷെ അത് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ലാഭത്തിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കാരണം സ്റ്റേറ്റിന് ആവശ്യമാണല്ലോ. പക്ഷെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് ഒരു എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല. ഓക്കെ, പബ്ലിക് സെക്ടറിന്റെ പ്രോഫിറ്റ് അല്ല, വെൽഫെയർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ അക്സസിബിലിറ്റി ആണ്, എല്ലാ ആൾക്കാർക്കും ഒരേ കണക്ക് അക്സസ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് KSRTC ഈ പറഞ്ഞതിൽ പ്രൈവറ്റ് ബസ്സുകളുടെ ചാർജ് ഇട്ടുകൊണ്ട് KSRTC ഓട്ടിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം അതാണ്. ഓക്കെ, അപ്പം ഇവിടെയും പറയുന്നത് എന്താണ്, ഈ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന്, പുറത്താണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിലും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് എന്താണ് ഈ പറയുന്ന പ്രൊഡക്ഷൻ മൊത്തം സ്റ്റേറ്റ് സെന്റേഡ് എന്നല്ല, സ്റ്റേറ്റ് പ്ലസ് പ്രൈവറ്റ് സെന്റേഡ് ആക്കുക. അപ്പം പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുമ്പോൾ എന്താവുന്നു, നമുക്ക് തന്നെ ഭീകരമായ റവന്യൂ ആവുന്നു. അപ്പൊ എക്കണോമി ഭയങ്കരമായ ഒരു മെച്യൂരിറ്റിയിലേക്ക് വന്നെത്തും. ഓക്കെ, ഒരു മെച്യൂരിറ്റിയിലേക്ക് വന്നു. പിന്നെ ഏജ് ഓഫ് മാസ് കൺസപ്ഷൻ, ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. എക്കണോമി ബിക്കംസ് ഹെവിലി ഗിയർഡ് ടുവേർഡ് സർവീസ് പ്രൊവിഷൻ ഡ്യൂ ടു എക്സ്പ്ലോയിറ്റിംഗ് കമ്പാരിറ്റീവ് advance in trade and commerce. High quality word infrastructure are in existence. Okay. ഓക്കെ, അപ്പം എന്താണ് ഈ പറയുന്ന മാസ് കൺസംഷന്റെ ഒരു ഏജ് വരികയാണ്. അതായത് ഈ പറയുന്ന രീതിയിൽ ട്രേഡും കൊമേഴ്സും ഒക്കെ ഭയങ്കരമായ രീതിയിൽ കൂടുന്നു. അപ്പൊ അവിടെ എന്ത് പറ്റുന്ന പറഞ്ഞാൽ സർവീസ് പ്രൊവിഷൻസ് കൂടുതലായിട്ട് എക്കോണമി ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നു. ഓക്കെ, സർവീസ് സെക്ടറിലേക്ക് കൂടുതലായിട്ട് എക്കോണമി ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നു. അതിന്റെ 10 മിനിറ്റ്
ഓക്കെ, ഒരു കോൾ വന്നുണ്ട്. അപ്പം സർവീസ് സെക്ടർ ഭീകരമായിട്ട് വളരുന്നു. ഓക്കെ, സർവീസ് സെക്ടർ ഭീകരമായിട്ട് വളരുന്നു. സർവീസ് സെക്ടർ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ, IT ഒക്കെ ആയിക്കോട്ടെ, IT ഒക്കെ ആണെങ്കിലും സർവീസ് സെക്ടറിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പം ട്രേഡും കൊമേഴ്സും എന്ന് കൊണ്ടുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഈ പറയുന്ന എക്സ്പ്ലോയിറ്റിംഗ് കമ്പാരിറ്റീവ് അഡ്വാൻസ്ഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ട്രേഡും കൊമേഴ്സും നമ്മൾ പറഞ്ഞത് ഇതൊരു വെസ്റ്റേൺ മോഡലാണ്. അപ്പം ഈ ഹൈ ഏജ് ഓഫ് മാസ് കൺസപ്ഷൻ എന്നൊക്കെ പറഞ്ഞാലും ഒരു സെക്ട് ഓഫ് പീപ്പിളിലേക്കായിരിക്കും ഈ പറയുന്ന രീതിയിൽ കൺസംഷൻ കൂടുതൽ പോകുന്നത്. ഓക്കെ, കൺസംഷൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിന്റെ അക്സസിബിലിറ്റി ഒക്കെ ഉള്ളത്. അപ്പോഴത്തേക്കും സർവീസ് സെക്ടറോ അതിനൊരു ബദലായിട്ട് സർവീസ് സെക്ടറോ അവിടെ വളരുന്ന എന്നൊരു ഐഡിയ ആണ് പറയുന്നത്. പിന്നെ ഹൈ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം എക്കണോമി വളർന്നല്ലോ. അപ്പൊ ഇതാണ് റോസ്റ്റോ പറഞ്ഞിരിക്കുന്ന ഒരു 5 സ്റ്റേജ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. നിങ്ങൾ ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കുക. ട്രഡീഷണൽ സൊസൈറ്റി, പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ്, ഡ്രൈവ് മെച്യൂരിറ്റി, ഏജ് ഓഫ് മാസ് കൺസംഷൻ. ഈ ഒരു ഓർഡർ മനസ്സിലാക്കി വെക്കുക. അടുത്താണ് ഡാനിയൽ ലേണേഴ്സിന്റെ 4 ആസ്പെക്ട് ഓഫ് വെസ്റ്റേൺ മോഡൽ ഓഫ് ഗ്രോത്ത്. ഡാനിയൽ ലേണർ പറഞ്ഞിരിക്കുന്ന ഈ വെസ്റ്റേൺ മോഡൽ ഗ്രോത്തിന്റെ ഒരു 4 ആസ്പെക്ടുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അതാണ് പൊളിറ്റിക്കൽ അർബനൈസേഷൻ, മാസ് ലിറ്ററസി, മീഡിയ പാർട്ടിസിപ്പേഷൻ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇതൊരു സർക്കിളാണ്. ഓക്കെ, ഒരു സർക്കിളാണ്. First one, urbanization, growth of cities and movements of people from village to urban areas. Cities expose people to new ideas, occupation and lifestyle. അപ്പോൾ ഫുള്ളി പറയുന്ന ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ മോഡേണൈസേഷൻ കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് പറയുന്ന അർബനൈസേഷൻ ആണ്. ഓക്കെ, സിറ്റി ഗ്രോ ചെയ്യണം. ഓക്കെ, സിറ്റി ഗ്രോ ചെയ്യുന്ന എങ്ങനെയാണ്? ഈ വില്ലേജസ് എന്നൊക്കെ ആണെങ്കിലും അർബൻ ഏരിയയിലേക്ക് എന്ത് വേണം? ഒരു മൈഗ്രേഷൻ നടക്കണം. ഓക്കെ, അല്ലെങ്കിൽ പീപ്പിൾ വില്ലേജിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് മാറി താമസിക്കുന്ന ഒരു ഐഡിയ. ഓക്കെ, അപ്പൊ സിറ്റീസ് എക്സ്പോസ് പീപ്പിൾ ടു ന്യൂ ഐഡിയസ്. അപ്പൊ സിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ്, അവിടെ ഒരു ടൺ കണക്കിനാണ് ഈ പറയുന്ന രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഒരു സിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ്, ഒരു വില്ലേജിൽ നിന്ന് സിറ്റീസിലേക്ക് വരുമ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്നു. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ ഓക്കുപ്പേഷൻസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ലൈഫ് സ്റ്റൈലിൽ ലൈഫ് സ്റ്റൈലിലും വലിയ രീതിയിലുള്ള മാറ്റം വരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു വെസ്റ്റേൺ ഐഡിയ ആണ്. ഇന്ന് ഈ പറയുന്ന അർബനൈസേഷൻ കാരണമാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ പല സിറ്റീസും ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അർബനൈസേഷനാണ്. ഓക്കെ, കാരണം ഈ വില്ലേജസിൽ നിന്ന് ജോലി എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. സ്റ്റിൽ അർബനൈസേഷൻ കാരണമാണ് ഈ പറയുന്ന രീതിയിൽ ആൾക്കാർ അർബൻ ഏരിയയിലേക്ക് തടിച്ചുകൂടി. ഇപ്പൊ ഡൽഹിയിലൊക്കെ ഈ പൊല്യൂഷന്റെ ഒക്കെ ഇഷ്യൂ വരുന്നതൊക്കെ ഒരു വലിയൊരു കാരണം അർബനൈസേഷൻ ആണ്. ഓക്കെ, അർബനൈസേഷൻ ആണ്. മുംബൈയിലായിക്കോട്ടെ, മുംബൈയും അടുത്തൊരു ഡൽഹി എന്നാണ് പറയുന്നത്. ഓക്കെ, എയർ ക്വാളിറ്റി ഇൻഡെക്സിനൊക്കെ ബാധിക്കുന്നുണ്ട്. ആൾക്കാരുടെ ജീവിത രീതി മെച്ചപ്പെടുന്നുണ്ടെന്ന് വെച്ചാൽ ജീവിത രീതി മെച്ചപ്പെടുന്നില്ല. നിങ്ങളൊക്കെ ഇപ്പൊ ചെന്നൈയില് എന്താണ്, കേരളം ഒന്നും അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഈ പറയുന്ന അർബനൈസേഷൻ വലിയ രീതിയിൽ ആവാത്തൊരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇപ്പൊ പ്രൈം സിറ്റീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ആൾക്കാർ ഇപ്പോഴും വില്ലേജ് ഓറിയന്റഡ് ആയിട്ട് നിൽക്കുന്നത്. കാരണം വില്ലേജിലേക്ക് കേരളത്തിലൊക്കെ വികസനം പോയിട്ടുണ്ട്. ഓക്കെ, ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാര്യം എന്താണ്, ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പോയ ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് കേരളം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. ഓക്കെ, കേരളം മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ ടേക്ക്. ഓക്കെ, കേരളം മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു പരിധി വരെ ഒരു തരത്തിലുള്ള അക്സസിബിലിറ്റി ആണെങ്കിലും ഡെവലപ്മെന്റ്സ് ആണെങ്കിലും പോളിസീസ് വെച്ചിട്ടുള്ളത് ഒരു കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് മാത്രമാണ്. പക്ഷേ ഈ അർബനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, വെസ്റ്റേൺ മോഡൽ ഇവർക്ക് ഇതൊക്കെ പറയാം. സിറ്റീസിലേക്ക് ആൾക്കാരൊക്കെ വില്ലേജിൽ നിന്ന്, കാരണം അവിടെ എന്താണ്, അവിടെ പോപ്പുലേഷൻ ഒക്കെ വലിയ കുറവാണ്. ഓക്കെ, വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്. അത് മാത്രമല്ല അവർക്ക് എന്താണ്, ജോഗ്രഫിക്കൽ ഏരിയ കൂടുതലാണ്. പോപ്പുലേഷന് അനുപാതമായിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയ അല്ല ഇത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്നിട്ട് അർബനൈസേഷനെ പ്രൊമോട്ട് ചെയ്താൽ ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് എന്താണ്, നടപ്പുള്ള കാര്യമല്ല. ഓക്കെ, അർബനൈസേഷൻ ആണ് ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിൽ സിറ്റീസിനൊക്കെ ശ്വാസം മുട്ടിക്കൊണ്ടിരുന്നത്. ആൾക്കാർ ഈ പറയുന്ന ഓക്കുപ്പേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയൊരു ആൾക്കാരുടെ ജീവിത രീതിക്ക് എന്തെങ്കിലും മെച്ചം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല. ഇപ്പോഴും ഈ പറയുന്ന എന്താണ്, ഒരു ചെറിയ റൂമിൽ 10-12 പേരൊക്കെയാണ്. നിങ്ങൾ ചെന്നൈയിലൊക്കെ പോയി നോക്കണം. ചെന്നൈയിലൊക്കെ ഈ 10-12 പേരൊക്കെയാണ് ഒരു കുടിസ് മുറിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിത നിലവാരത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ജീവിത നിലവാരത്തിനൊന്നും മാറ്റം ഉണ്ടായില്ല. ഈ പറയുന്ന രീതിയിൽ വരുമാനമൊക്കെ ലഭിക്കുന്നുണ്ടാവും, പക്ഷെ ജീവിത നിലവാരം അപ്പോഴും സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കും. ഓക്കെ, ഇത്ര ആൾക്കാർ വരുന്ന സമയത്ത് ഈ പറയുന്ന ജീവിക്കാനുള്ള ചെലവും കൂടും. ഓക്കെ, ഈ അർബൻ ഏരിയയിൽ ജീവിക്കാനുള്ള ചെലവും കൂടും. അപ്പൊ അർബനൈസേഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ മോഡൽ പ്രകാരമൊക്കെ എന്താണ് ഈ പറയുന്ന രീതിയിൽ മോഡേണൈസേഷന്റെ ഒരു ഇതായിരിക്കും. പക്ഷെ ഇന്ത്യയിലൊന്നും നമുക്ക് അർബനൈസേഷൻ ഒരു മോഡേണൈസേഷന്റെ ധാതുവായിട്ടേ വെക്കാൻ കഴിയില്ല. ഓക്കെ, അടുത്താണ് ലിറ്ററസി, എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് അബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ലിറ്ററസി എന്താണ്, ഒരു മോഡേണൈസേഷൻ വലിയൊരു ഘടകമാണ്. ഓക്കെ, ലിറ്ററസി ഇൻക്രീസസ് അവയർനെസ്, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് അക്സസ് ടു ഇൻഫർമേഷൻ. ലിറ്ററസി കൂടുമ്പോൾ എന്ത് പറ്റുന്നു, നമുക്ക് അവയർനെസ് കൂടുന്നു. ഓക്കെ, അവയർനെസ് എന്ത്, സ്റ്റേറ്റിനെ കുറിച്ചുള്ള അവയർനെസ് കൂടുന്നു, പൊളിറ്റിക്കൽ അവയർനെസ് കൂടുന്നു, ലീഗൽ അവയർനെസ് കൂടുന്നു. ഓക്കെ, ഒരു കൾച്ചറൽ അവയർനെസ് കൂടുന്നു. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, വിദ്യാഭ്യാസം നേടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ സ്വാഭാവികമായിട്ട് നടത്തുന്നു.
ഓക്കെ, അതായത് പബ്ലിക് സ്ഫിയറിലാകാം, അല്ലെങ്കിൽ വോട്ടിംഗ് പൊളിറ്റിക്കൽ പ്രോസസ്സിൽ പങ്കെടുത്തുകൊണ്ടാവാം, എന്തുവാകാം. പിന്നെ അസസ് ടു ഇൻഫർമേഷൻ, നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ആക്സസ്, കാരണം വായിക്കാനും എഴുതാനും അറിയാമെങ്കിൽ നമുക്ക് എന്താണ് ഇൻഫർമേഷൻ കിട്ടും അല്ലെ. ഇത് രണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ ഇല്ലാതെ ജീവിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് അറിവ് എന്ന് പറഞ്ഞ സാധനം, നോളജ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടണമെങ്കിൽ എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള ഒരു സ്കില്ല് നെസസറിയാണ്. കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇത്രയും ഈ പറയുന്ന രീതിയിൽ എന്താണ് ഒരു അത്യാവശ്യം മോഡേണൈസ്ഡ് ആയ ഒരു കമ്മ്യൂണിറ്റിയാണ് കേരളം, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഓക്കെ, കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ലിറ്ററസി റേറ്റ് ആണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ 100% ലിറ്ററസിനെയൊക്കെ കളിയാക്കി പറഞ്ഞാലും ലിറ്ററസി എന്ന് പറയുന്ന ഒരു സാധനമാണ് എന്താണ് നമ്മളൊക്കെ ഒരു മോഡേണൈസിങ് സ്റ്റേറ്റ് എന്ന രീതിയിൽ, ഒരു ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു മോഡേൺ സ്റ്റേറ്റ് എന്ന രീതിയിൽ കേരളത്തിനെ കാണാൻ ഒരു വലിയ കാര്യം ലിറ്ററസിയാണ്. അതേ കണക്ക് തന്നെ വേറൊരു സംസ്ഥാനമാണ് ബംഗാൾ കേട്ടോ. ബംഗാളും അതേ കണക്കാണ്. ബംഗാളും ഈ പറയുന്ന രീതിയിൽ ഒരുപാട് എഴുത്തുകാരുടെ നാടാണ്. നമ്മൾ ടാഗോർ ഉൾപ്പെടെ ഒരുപാട് എഴുത്തുകാരുടെ നാടാണ് ബംഗാൾ. ബംഗാളിലും ഈ പറയുന്ന രീതിയിൽ ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ഭയങ്കര മോഡേൺ പോപ്പുലേഷൻ ആണ്. ഓക്കെ, പിന്നെ മീഡിയ പാർട്ടിസിപ്പേഷൻ, ഡെവലപ്മെന്റ് ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ ആൻഡ് മാസ് മീഡിയ. മീഡിയ സ്പ്രെഡ്സ് മോഡേൺ വാല്യൂസ് ആൻഡ് കണക്ട്സ് പീപ്പിൾ ടു നാഷണൽ ആൻഡ് ഗ്ലോബൽ ഇവന്റ്സ്. നമ്മൾ എന്താണ് മീഡിയ പാർട്ടിസിപ്പേഷൻ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, മീഡിയ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു, നോളജ് സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, അതേ കണക്ക് തന്നെ എന്താണ് നമുക്ക് ഈ പറയുന്ന നോളജ് എന്ന് പറയുന്നത് ചുമ്മാ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, നോളജ് എന്ന് പറയുന്നത് ലോകത്തിനെ കുറിച്ചുള്ള അറിവ് കൂടെയാണ്. ഓക്കെ, അപ്പൊ അതാണ് മീഡിയ കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, മാസ് മീഡിയ ആയിക്കോട്ടെ, ഗ്ലോബൽ ഇവന്റ്സ്. ഓക്കെ, അതായത് ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റിന്റെ പുറത്തുള്ള ആൾക്കാർ ആണെങ്കിൽ നമ്മുടെ നേഷന്റെ പുറത്തുള്ള ആൾക്കാരായിട്ട് നമുക്കൊരു കണക്ടിവിറ്റി മീഡിയ ഉണ്ടാക്കി തരുന്നു. ഓക്കെ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, പീപ്പിൾ ബിക്കം ആക്റ്റീവ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്, മാർക്കറ്റ് ആയിക്കോട്ടെ, ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. ഓക്കെ, അതായത് എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഇതിനകത്ത് ആൾക്കാർ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടൈം. ഓക്കെ, അപ്പം ഇതാണ് ഡാനിയൽ ലേണറിന്റെ ഒരു മോഡേണൈസിങ് വെസ്റ്റേൺ മോഡൽ ഓഫ് മോഡേണൈസിങ്ങിന്റെ ഒരു എന്താണ് ഒരു 4 പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് മോഡേണൈസിങ്ങിൽ വരുന്ന കുറച്ച് എഴുത്തുകാരും ഡെവലപ്മെന്റിലും വരുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. കാരണം പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് തന്നെയാണ് ഒരു വിധത്തിൽ മോഡേണൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലിയോണാർഡ് ബൈൻഡർ, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ അവരുടെ പേരും പുസ്തകമൊക്കെ വായിച്ചു വെച്ചേക്ക്. ഇതൊക്കെ അവർ പറഞ്ഞ കുറച്ച് ഐഡിയാസ് ആണ്. ഓക്കെ, പൊളിറ്റിക്കൽ മാന്, ഇക്വാലിറ്റി, കപ്പാസിറ്റി, ഡിഫറൻസ് ലൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയതാണ്. അപ്പം ഇതൊക്കെ ഇവർ പറഞ്ഞ ഐഡിയ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ചില മിസ്സായി പോയ ചില എഴുത്തുകാരുടെ ഒക്കെ ഇൻട്രസ്റ്റിന്റെ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും. അത് നമ്മൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഇവർ പറഞ്ഞ കാര്യം കൂടെ നമ്മളങ്ങ് വർക്ക്ഔട്ട് ചെയ്ത് പോകും. ഓക്കെ, അടുത്തതാണ് പൊളിറ്റിക്കൽ ഡിക്കെ. അപ്പൊ ഇത് പൊളിറ്റിക്കൽ ഡിക്കയും കൂടെ കഴിഞ്ഞാൽ ഈ മോഡ്യൂൾ കഴിയും. ഓക്കെ, മോഡേണൈസേഷനും പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. പൊളിറ്റിക്കൽ ഡിക്കെ എന്ന് പറയുന്നത് ബേസിക്കലി ഒന്നുമില്ല. പൊളിറ്റിക്കൽ ഡിക്കെ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതായത് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്താണെന്ന് പറഞ്ഞത്, ഈ സൊസൈറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആ സിസ്റ്റം മാറുന്ന അനുസരിച്ച് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫേസിനാണ് നമ്മൾ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന രീതിയിൽ സൊസൈറ്റി മാറുന്ന അനുസരിച്ച് സിസ്റ്റം മാറിയില്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ പൊളിറ്റിക്കൽ ഡീക്കെ സംഭവിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സാമുവൽ പി ഹണ്ടിങ്ടൺ ആണ് പൊളിറ്റിക്കൽ ഡീക്കയുടെ മെയിൻ പ്രൊപ്പോണന്റ്. ഓക്കെ, അപ്പൊ പുള്ളി പറഞ്ഞ പൊളിറ്റിക്കൽ ഡീക്കെ ഏത് ബുക്കിലാണ്, പൊളിറ്റിക്കൽ ഓർഡർ ഇൻ ചേഞ്ചിങ് സൊസൈറ്റീസ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സാമുവൽ പി ഹണ്ടിങ്ടന്റെ ബുക്ക് ഏതാണ്? ഓക്കെ, അപ്പൊ പൊളിറ്റിക്കൽ ഡീക്കയുടെ ഒരു മെയിൻ പ്രൊപ്പോണന്റ്, ഫസ്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ ഡീക്കെ കുറിച്ച് സംസാരിക്കുന്ന ആൾ സാമുവൽ പി ഹണ്ടിങ്ടൺ ആണ്. മീനിങ് ഓഫ് പൊളിറ്റിക്കൽ ഡീക്കെ. Political decay happens when political institutions become weak, ineffective, corrupt, or unable to manage social and economic changes in the society. Okay, എപ്പോഴാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഓക്കെ, ഈ പറയുന്ന സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസിനെ ഉൾക്കൊണ്ടുകൊണ്ട് മാറാൻ പറ്റാത്ത സാഹചര്യം. ഓക്കെ, അവർ വീക്കായി പോകുന്ന സാഹചര്യം. ഓക്കെ, ഇൻഎഫക്റ്റീവ് ആവുക, കറപ്റ്റഡ് ആവുക, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് പൊളിറ്റിക്കൽ ഡീക്കെ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൾച്ചറിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് അനുസരിച്ച് സമൂഹത്തിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാവുന്ന പൊളിറ്റിക്കൽ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓക്കെ, സാഹചര്യത്തിലാണ് പൊളിറ്റിക്കൽ ഡീക്കെ ഉണ്ടാവുക. ഡീക്കെ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡീക്കേയിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിന്റെ മലയാളം വാക്കെന്നാണ്, ദ്രവിക്കുക എന്നല്ലേ ഡീക്കെ നമ്മൾ മലയാളത്തിൽ പറയാം. ദ്രവിക്കുക എന്നാണെന്ന് തോന്നുന്നു. അത് തന്നെ, ദ്രവിക്കുക അല്ല, അത് തന്നെ, സെയിം അർത്ഥം തന്നെ. ജീർണിക്കുക. ഓക്കെ, ജീർണിക്കുക. ഓക്കെ, അഴുകുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ അതാണ് ഡീക്കെ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പതുക്കെ അഴുകി തീരുന്ന ഒരു, അല്ലെങ്കിൽ ഈ പറയുന്ന ജീർണിച്ച് തീരുന്ന ഒരു സിസ്റ്റമായി മാറും. ഓക്കെ, കാരണം കറപ്ഷനും
അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഈ പറയുന്ന ഇൻപുട്ടിനനുസരിച്ച് നമുക്ക് റെസ്പോൺസ് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ട ഡിമാൻഡ്സിനനുസരിച്ച് അങ്ങോട്ട് സിസ്റ്റത്തിന് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്ത് പറ്റുന്നു? പൊളിറ്റിക്കൽ ഡീകെ സംഭവിക്കുന്നു. ഓക്കെ, അവിടെ സിസ്റ്റത്തിന് ഒരു ജീർണത സംഭവിക്കുന്നു. ജീർണം ചെയ്ത് അത് ഇല്ലാതാവും. ഓക്കെ, according to Huntington, modernization does not always produce stability. When social mobilization and political participation grow faster than political institutions, disorder and instability emerge. അപ്പോൾ ഹണ്ടിങ്ടൺ പറയുന്നത് മോഡേണൈസേഷൻ മാത്രം കൊണ്ട് എന്താണ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ പറ്റില്ല. അതായത് ഈ പറയുന്ന എക്കണോമിക്കലി സോഷ്യലി ഒക്കെ അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് ഭയങ്കരമായ രീതിയിൽ ഡെവലപ്പായി, ഓക്കെ, ഒരു ഇൻഡസ്ട്രിയലൈസ് സൊസൈറ്റി ആയെന്ന് വെച്ചോ, അതുകൊണ്ട് മാത്രം സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ പറ്റില്ല എന്നാണ് ഹണ്ടിങ്ടൺ പറയുന്നത്. പുള്ളി എന്താണ് പറഞ്ഞത്? സോഷ്യൽ മൊബിലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഗ്രോ ഫാസ്റ്റർ ദാൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ, ഓക്കെ, അതായത് ഈ പറയുന്ന രീതിയിൽ ആൾക്കാരുടെ മൊബിലൈസേഷനും, ഓക്കെ, ഈ സോഷ്യൽ മൊബിലൈസേഷൻ അത് കൾച്ചറലി ആവാം, ഏത് രീതിയിലാവും, ഓക്കെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ആൾക്കാർ ഈ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ സോഷ്യൽ മൊബിലൈസേഷൻ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി പോപ്പുലേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. ഓക്കെ, പോപ്പുലേഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയ നമ്മൾ മോഡേണൈസ് ആവുന്ന സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മോഡേണൈസ് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇന്ന് എന്താണ് എയുടെ കാലഘട്ടമാണ്. ഓക്കെ, എയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു സെക്ടറിനെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെക്ടറിനെ എന്താണ് സ്പേസ് കൊടുക്കാതെയാണ് നമ്മൾ ഈ പറയുന്നതിൽ എക്കണോമിക് സ്ട്രെങ്ത് ആയി വരാനൊക്കെ നോക്കുന്നതെങ്കിൽ അവിടെ എന്ത് പറ്റും? അവിടെ ഒരു പൊളിറ്റിക്കൽ ഡീകെ സംഭവിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച്, ഓക്കെ, ഇപ്പൊ സർവീസ് സെക്ടറിന് വലിയ ഇമ്പോർട്ടൻസ് ആണ് സമൂഹത്തിലുള്ളത്. ഓക്കെ, ഇപ്പം ഐ ടി ഒരു സർവീസ് സെക്ടറാണ്. അപ്പൊ ഐ ടിക്ക് നമ്മൾ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ, കൾച്ചറൽ നോഷൻസ് മാറ്റാൻ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റും? അവിടെ ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് കോപ്പപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. എക്കണോമിക് ചേഞ്ച്, സൊസൈറ്റിയിൽ ഉണ്ടായ എക്കണോമിക് ചേഞ്ചിന് കോപ്പ് ചെയ്യാൻ പറ്റാതാവും. അവിടെ എന്ത് പറ്റും? ആ പൊളിറ്റിക്കൽ ഡീകെ സംഭവിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ജീർണത സംഭവിക്കും. അതാണ് പറയുന്നത്. അതായത് മോഡേണൈസേഷൻ ഉണ്ടായത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ സമൂഹം ഈ പറഞ്ഞതിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയി, എന്താണ് സമൂഹത്തിലെ വാല്യൂസ് ഒക്കെ ഭയങ്കര വെസ്റ്റേൺ ബേസ്ഡ് ആയെന്ന് മാത്രം അവിടെ എന്തുണ്ടാവില്ല? സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, സ്റ്റെബിലിറ്റി ഉണ്ടാവണമെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ചേഞ്ചിനനുസരിച്ച്, ഈ മോഡേണൈസേഷൻ ചേഞ്ചിനനുസരിച്ച്, ഓക്കെ, സമൂഹ മോഡേണൈസേഷന്റെ ആ വക്കിലാവുന്നതനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആ വക്കിലെത്തിയിരിക്കണം. ഓക്കെ, Huntington's main idea. He argued the primary problem of politics is the lag in the development of political institutions behind social and economic change. പുള്ളി പറയുന്നത് ആ ലാഗ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ എക്കണോമിക് സോഷ്യൽ ചേഞ്ചസ് അനുസരിച്ച് വരുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേഞ്ച് ആവുന്നത് ലാഗ് ആണ്. അപ്പൊ അതിനുള്ള പുള്ളി ഉദ്ദേശിച്ച് പറഞ്ഞാൽ പീപ്പിൾ ബിക്കം എഡ്യൂക്കേറ്റഡ്, അർബനൈസ്ഡ് ആൻഡ് പൊളിറ്റിക്കലി ആക്റ്റീവ് വെരി ക്വിക്ലി. ആൾക്കാർ എന്താ പറ്റുന്നു? ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അർബനൈസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പേഴ്സ്പെക്ടീവ്സ് കുറെ മാറും. ഓക്കെ, ആൾക്കാരുടെ പേഴ്സ്പെക്ടീവ്സ് മാറും. ആൾക്കാർ കുറച്ചും കൂടെ എഡ്യൂക്കേഷൻ നേടാൻ സാധ്യതയുണ്ട്, ആൾക്കാർക്ക് സ്കില്ല് കൂടാൻ സാധ്യതയുണ്ട്, ആൾക്കാർ പുതിയ ഐഡിയാസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, പിന്നെ പൊളിറ്റിക്കലി ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഗവൺമെന്റ് പാർട്ടീസ് ബ്യൂറോക്രസി ലോസ് റിമെയിൻ വീക്ക്. പക്ഷേ ഈ പറയുന്ന മാസ് മൂവ്മെന്റിനെ, ഓക്കെ, ആ ഒരു സോഷ്യൽ മൊബിലൈസേഷനെ കോപ്പപ്പ് ചെയ്യാൻ ഗവൺമെന്റ് പാർട്ടീസിനും ബ്യൂറോക്രാറ്റ്സിനും ലോസിനും ഒന്നും കഴിയാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥ. ഓക്കെ, വീക്കായി പോകുന്ന ഒരു അവസ്ഥ, റിസൾട്ടിങ് ഇൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. അപ്പം ഇതെന്തിലേക്ക് റിസൾട്ട് ചെയ്യുന്നു? പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയിലേക്ക് റിസൾട്ട് ചെയ്യുന്നു. കുറച്ചുകൂടെ പറയാൻ നിങ്ങൾക്ക് കാര്യമായിട്ട് വ്യക്തമാവും. ഓക്കെ, കോസസ് ഓഫ് പൊളിറ്റിക്കൽ ഡിക്കെ. അപ്പൊ പൊളിറ്റിക്കൽ ഡിക്കയുടെ കാരണങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. ഓക്കെ, റാപ്പിഡ് സോഷ്യൽ മൊബിലൈസേഷൻ, ഇൻക്രീസ് ഇൻ എഡ്യൂക്കേഷൻ, അർബനൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ അവയർനെസ്, മോർ പീപ്പിൾ ഡിമാൻഡ് റൈറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അർബനൈസേഷനിലൊക്കെ ഒരുപാട് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? അർബനൈസേഷൻ മാത്രമല്ല, ഇപ്പൊ ഗ്രാമങ്ങളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അർബൻ ഏരിയാസിൽ മാത്രമല്ല റൂറൽ ഏരിയാസിൽ ഈ പറയുന്ന രീതിയിൽ വിദ്യാഭ്യാസം കൂടുന്നു, ആൾക്കാർ തമ്മിലുള്ള പീപ്പിൾ ടു പീപ്പിൾ കണക്ടിവിറ്റി കൂടുന്നു, പൊളിറ്റിക്കൽ അവയർനെസ് കൂടുന്നു, റൈറ്റ്സിനെ കുറിച്ചുള്ള അവെയർ ആവുന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആൾക്കാർ അവർക്കും ഈ പറയുന്ന രീതിയിൽ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർട്ടൈൻ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി ആയിരിക്കും ആ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഒരു എലൈറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്കിന് വേണ്ടി ഒക്കെ ആയിരിക്കും ആ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ വിവരം വെച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ പറ്റുന്നു? അവിടെ സോഷ്യൽ മൊബിലൈസേഷൻ ആണ് ബേസിക്കലി നടക്കുന്നത്. ഓക്കെ, സോഷ്യൽ മൊബിലൈസേഷൻ നടക്കുന്നു. അപ്പോൾ വിവരം വെച്ച് തുടങ്ങുന്ന ആൾക്കാർ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അത് അങ്ങനെ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ഓക്കെ, പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യുന്നു? ആൾക്കാർ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു തുടങ്ങുന്നു. അപ്പൊ പ്രതികരണം എന്ന് പറയുന്നതും, ഓക്കെ, കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ.
പ്രതികരണം എന്ന് പറയുന്നതും ഈ സോഷ്യൽ മൊബിലൈസേഷൻ്റെ ഒക്കെ നമുക്ക് ഈ പറയുന്ന ഹ്യൂമൻ ക്യാപിറ്റൽ കിട്ടുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് പ്രതികരണം കിട്ടുന്നത്. ഓക്കെ, നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ഒരാൾക്കൊക്കെ ആയിരിക്കും ഓക്കെ എന്ത് കാര്യങ്ങളെ കുറിച്ച് തുറന്ന് ക്രിട്ടിക്കലായിട്ട് സംസാരിക്കാൻ കഴിയുക. ഓക്കെ, നല്ല വിദ്യാഭ്യാസമൊക്കെ അതിലൊരു ഒരു ഒരു സോഷ്യൽ ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പം റാപ്പിഡ് മൊബിലൈസേഷൻ്റെ ഒക്കെ ഒരു സോഷ്യൽ ക്യാപിറ്റലാണ് ഈ പറയുന്ന വിദ്യാഭ്യാസം ഒക്കെ. അപ്പൊ ആൾക്കാർ കൂടുതൽ ഡിമാൻഡ് ചോദിക്കുന്നു, അതായത് കൂടുതൽ ഇൻപുട്സ് നമ്മൾ സിസ്റ്റത്തിലേക്ക് പോവുകയാണ്, പക്ഷെ അതിനനുസരിച്ച് ഔട്ട്പുട്ട് വരുന്നില്ല. ഓക്കെ, അപ്പം എന്ത് വരുന്നു? ഇൻസ്റ്റബിലിറ്റി വരുന്നു, അവിടെ പൊളിറ്റിക്കൽ ഡീക്ക് വരുന്നു. പിന്നെ വീക്ക് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ ഈ ബ്യൂറോക്രസി ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ ഫെയിൽ ടു മാനേജ് ഡിമാൻഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് കൂടുതൽ ഇൻപുട്ട് വരുന്നു, കാരണം ആൾക്കാരെ കൂടുതൽ സോഷ്യലി മൊബിലൈസ്ഡ് ആവുന്നു, എഡ്യൂക്കേഷൻ കിട്ടുന്നു, അവർ കൂടുതൽ ഈ പറയുന്ന എന്താണ് മോഡേണൈസ് ആവുന്നു. മോഡേണൈസ് ആവുന്ന ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നു? കൂടുതൽ ഡിമാൻഡ്സ് കൊടുക്കുകയാണ് സ്റ്റേറ്റിലേക്ക്. കൂടുതൽ ഡിമാൻഡ്സ് സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്നു, പക്ഷെ സ്റ്റേറ്റിന് എന്ത് പറ്റുന്നില്ല? സ്റ്റേറ്റിന് ഈ ഡിമാൻഡ്സിനെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, സ്റ്റേറ്റിന് ഈ ഡിമാൻഡ്സിനെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അവിടെ ഡീകേ ഉണ്ടാവും. ഓക്കെ, ഡീകേ ഉണ്ടാകുന്നു. ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ക്രിയേറ്റ് കെയോസ്. ഓക്കെ, ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രത്യേക എന്താണ് ഈ പറയുന്ന പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് പറ്റുന്നു? അവിടെ കെയോസ് ഉണ്ടാകുന്നു. ഓക്കെ, അല്ലെങ്കിൽ അനാർക്കി ഉണ്ടാകുന്നു, അരാജകത്വം ഉണ്ടാകുന്നു. കറപ്ഷൻ ആൻഡ് പേഴ്സണൽ റൂൾ. പിന്നെ ഉള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് ലീഡേഴ്സ് യൂസ് പവർ ഫോർ പേഴ്സണൽ ഗെയിൻ. പേഴ്സണൽ ഗെയിനിന് വേണ്ടി അല്ലെങ്കിൽ പേഴ്സണൽ പ്രോഫിറ്റിന് വേണ്ടി ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ മുകളിലുള്ള ആ വലിയൊരു സ്വാധീനം ഉണ്ടല്ലോ, ആ ഒരു ഹോൾഡ് അവർ ഉപയോഗിക്കുന്നു. നെപ്പോട്ടിസം, പാട്രണേജ് ആൻഡ് മിലിറ്ററി ഇന്റർവെൻഷൻ ഇൻക്രീസ്. ഓക്കെ, അപ്പൊ എന്ത് പറ്റുന്നു? നെപ്പോട്ടിസത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. അപ്പൻ ആണ് മിനിസ്റ്റർ എങ്കിൽ മോൻ അടുത്ത മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇത് തന്നെ നെപ്പോട്ടിസം. മിനിസ്റ്റർ ഇപ്പം സ്റ്റേറ്റിൽ മാത്രമല്ല, ബ്യൂറോക്രസിയിലൊക്കെ ഈ പറയുന്ന നെപ്പോട്ടിസം ഉണ്ട്. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടീസിൽ മാത്രമല്ല. പിന്നെ പാട്രണേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു ഒരു കാര്യത്തിനെ എന്താണ് ഈ പറയുന്ന സിഗ്നിഫിക്കന്റ് ആക്കുന്ന ഒരു പരിപാടിയാണ് പാട്രണേജ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ നമ്മൾ ഭയങ്കര ഒരു വലിയൊരു സിമ്പലാക്കി മാറ്റുന്നതിനൊക്കെയാണ് നമ്മൾ പാട്രണേജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മിലിറ്ററി ഇന്റർവെൻഷൻ ഇൻക്രീസ്. അതാ പിന്നെ ഈ മിലിറ്ററി പോലീസ് ആയിക്കോട്ടെ, മിലിറ്ററി ആയിക്കോട്ടെ, എന്താണ് പോലീസും മിലിറ്ററി ഒക്കെ ഈ പറയുന്ന രീതിയിൽ കൂടുതൽ ഇന്റർവെൻഷൻ നടത്തുമ്പോഴത്തേക്ക് അവിടെയും ഈ പറയുന്ന രീതിയിൽ വലിയ പ്രശ്നം ഉണ്ടാകും. ഈ പോലീസിന്റെ ഒക്കെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ബേസിക്കലി പോലീസ് ആയിക്കോട്ടെ, മിലിറ്ററി ആയിക്കോട്ടെ, അവരുടെ കയ്യിൽ വലിയ രീതിയിൽ എന്തുണ്ട്? ഒരു കോവേഴ്സീവ് പവർ ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റിൽ എന്തുണ്ട്? കോവേർഷൻ ഉണ്ട്, അല്ലെങ്കിൽ അഗ്രസീവായിട്ട് പെരുമാറാൻ റൈറ്റ്സ് ഉള്ള ആൾക്കാരാണ് പോലീസുകാരും പട്ടാളക്കാരും. അത് വലിയ പ്രശ്നമാണ്. ഓക്കെ, അത് വലിയ പ്രശ്നമാണ്, കാരണം അത് നമ്മൾ ഈ സ്റ്റേറ്റ് അതിന് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, സ്റ്റേറ്റ് അത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിൽ കറപ്ഷനും അടിച്ചമർത്തലും ഈ പറയുന്ന രീതിയിൽ എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ കൂടുതൽ ഉണ്ടാവാൻ അല്ലെങ്കിൽ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു വിഭാഗമാണ് പോലീസും മിലിറ്ററി. നമുക്ക് കേരളത്തിൽ തന്നെ ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് കേരളത്തിലേക്ക് ഈ ഉരുട്ടിക്കൊല എന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ പോലീസുകാരുടെ. അറിയോ ഉരുട്ടിക്കൊല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? പോലീസുകാർക്ക് ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഒലക്ക വെച്ചിട്ട് ഈ തൊടയില്, തമാശ കേട്ടോ, ഉടക്ക വെച്ച് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. മറ്റേ പഴയ രാജൻ കേസൊക്കെ ഉണ്ടല്ലോ, കരുണാകരനൊക്കെ എന്താണ് കരുണാകരൻ മന്ത്രിസഭയൊക്കെ വീഴാൻ കാര്യമായ ഒരു കാരണമാണ് രാജൻ കേസൊക്കെ. അപ്പം ആ കേസിലൊക്കെ ആ പയ്യനെ ഉരുട്ടിക്കൊന്നയാണെന്നാണ് പറയുന്നത്. ഈ തൊടഭാഗത്ത് ഈ ഒലക്ക വെച്ച് 2 പേര് കൈയും കാലും കെട്ടിയിട്ടിട്ട് എന്താണ് ഭയങ്കരമായി പ്രഷർ കൊടുത്ത് മുകളിലേക്കും താഴേക്കും ആക്കും. കുറെ നേരം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കാലിലെ എല്ലിൽ നിന്ന് മാംസം വിട്ടു വരും. ഓക്കെ, കാലിലെ എല്ലിൽ നിന്ന് മാംസം വിട്ടു വരും. നമ്മുടെ കാലിലുള്ള ഈ ഇതുണ്ടല്ലോ ഞരമ്പും കാര്യങ്ങളൊക്കെ പൊട്ടും. അങ്ങനെയാണ് രക്തം വാർന്ന ആൾക്കാർ മരിക്കുക. ഓക്കെ, ഭീകരമായ പെയിൻ ആയിരിക്കും. അപ്പൊ ഇതിനാണ് ഉരുട്ടിക്കൊല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതാണ് പോലീസുകാർ ഉപയോഗിച്ചിരുന്നു. കാരണം അന്നത്തെ കാലത്ത് എന്താണ് പോലീസുകാർക്ക് ഭയങ്കരമായ എന്താണ് ഒരു പവർ ഉണ്ടായിരുന്നു. ഇന്നാണ് കുറച്ചും കൂടെ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വളർന്നപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർക്ക് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പോലീസും പട്ടാളമൊക്കെ ഇന്ത്യൻ മിലിറ്ററി ആയിക്കോട്ടെ, ഇന്ത്യൻ മിലിറ്ററി ശ്രീലങ്കയിൽ പോയി കാണിച്ച കാര്യങ്ങൾക്ക് കൈയും കണക്കുണ്ടോ? ഓക്കെ, കൈയും കണക്കുന്നില്ല. ഓക്കെ, ശ്രീലങ്കയിൽ പോയിട്ട് ഇന്നും ശ്രീലങ്കയിലെ ആൾക്കാർക്ക് എന്താണ് ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് വളരെ മോശം അഭിപ്രായമായിരിക്കും. കാരണം അവിടുത്തെ ഒരുപാട് സ്ത്രീകളൊക്കെ എന്താണ് ബലാത്സംഗത്തിനൊക്കെ ഇരയാക്കിയ ഒരു കൂട്ടമായിരുന്നു അന്ന് അവിടെ പോയ ഇന്ത്യൻ മിലിറ്ററിയിലെ പല ഓഫീസേഴ്സും. ഓക്കെ, അപ്പം ഇന്ത്യൻ മിലിറ്ററി ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, അത് ഇന്ത്യൻ മിലിറ്ററി എന്നല്ല, മിലിറ്ററി ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, കാരണം ഭീകരമായ കോവേഴ്സീവ് പവറുള്ള ആൾക്കാരാണ് മിലിറ്ററി പോലീസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ സ്റ്റേറ്റിനെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? അവിടെ ഈ പറയുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകുന്ന ഡീക്കേക്ക് വലിയ കാരണമാവാൻ ഇവർ തന്നെ ഒരു കാരണമാകും. ഓക്കെ, ഡിക്ലൈൻ ഓഫ് പൊളിറ്റിക്കൽ പവർ, ലോസ് എഫക്റ്റീവ്നെസ്. ഓക്കെ, വയലൻസ് ഗ്രൂപ്സ് പ്രൊട്ടസ്റ്റ് ഇൻസ്റ്റബിലിറ്റി റൈസ്. അതായത് നിയമങ്ങൾക്ക്
പുല്ലുവില എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിയമങ്ങൾ പറയുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ആവാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിയമങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അട്ടിമറിക്കപ്പെടുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ നിയമങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സാറ്റിസ്ഫൈ ആവുന്നില്ല. ഓക്കെ, നിങ്ങൾ കുറെ നിയമങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ അടിച്ചമർത്തുക മാത്രമല്ല വേണ്ടത്, സൊസൈറ്റിന് വേണ്ട നീഡ് ഫുൾഫിൽ ചെയ്യാത്തൊരു സാഹചര്യത്തിലാണ് നിയമങ്ങൾ ഈ പറയുന്ന രീതിയിൽ എഫക്റ്റീവ് ആവാതെ പോകുന്നത്. അപ്പൊ ആ സമയത്ത് എന്ത് വരുന്നു? വയലൻസ് ഉണ്ടാവുന്നു, കൂപ്സ് ഉണ്ടാവുന്നു, അട്ടിമറികൾ ഉണ്ടാവുന്നു, സമരങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അവിടെ എന്താണ്? ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുന്നു. ഓക്കെ, പൊളിറ്റിക്കൽ ഡീക്കേയുടെ ഫീച്ചേഴ്സ് ആണ് കറപ്ഷൻ, നമ്മൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, മിലിറ്ററി റൂള്, വീക്ക് ലോ, ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വയലൻസ്, സിവിൽ അൺട്രസ്റ്റ്, ലോസ് ഓഫ് പബ്ലിക് ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡീക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പൊട്ടിപ്പറയുന്ന ഒരു സാധനമാണ്. ഓക്കെ, അതായത് സമൂഹം മാറുന്ന അനുസരിച്ച്, സമൂഹത്തിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റിന് അനുസരിച്ച് ഉണ്ടാവുന്ന നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് പറ്റുന്നു? അവിടെ ഈ പറയുന്ന രീതിയിൽ സമൂഹം തിരിച്ച് പ്രതികരിച്ച് തുടങ്ങുന്നു. ഓക്കെ, അപ്പം ഈ വയലൻസും സിവിൽ അൺട്രസ്റ്റും സമരങ്ങളും പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ എന്താണ്? ഏഷ്യയിലെ, ആഫ്രിക്കയിലെ, ലാറ്റിൻ അമേരിക്കയിലെ പല ഇൻഡിപെൻഡന്റ് നേഷൻസും, ഓക്കെ, ന്യൂലി ഇൻഡിപെൻഡന്റ് നേഷൻസും എന്താ പറഞ്ഞിട്ടുണ്ട്? ഈ സെയിം ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, റാപ്പിഡ് മോഡേണൈസേഷന്റെ സമയത്ത്. ഓക്കെ, എന്താണ് ഈ പറയുന്ന രീതിയിൽ സാമ്പത്തികമായും കൾച്ചറിലേക്ക് ആ സമൂഹം ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം, ഓക്കെ, അതായത് ഈ പറയുന്ന ഏതെങ്കിലും കോളനിയിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം ഈ സമൂഹം ഭയങ്കരമായിട്ട് വളർന്നു. പക്ഷെ അവിടെ എന്ത് പറ്റില്ല? ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ പറയുന്ന മോഡേണൈസേഷൻ അനുസരിച്ചുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല ആ കൺട്രീസിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് പല ആഫ്രിക്കൻ നേഷൻസിലും, ഏഷ്യയിലും, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും സ്ഥിരമായി നമ്മൾ നോക്കിയാൽ ഇപ്പൊ ചിലിയിലൊക്കെ ആണെങ്കിലും, ബൊളീവിയയിലൊക്കെ ആണെങ്കിലും, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഓക്കെ, അർജന്റീനയിലൊക്കെ ആണെങ്കിലും, നമ്മുടെ ഹ്യൂഗോ ഷാവേസിന്റെ സ്ഥലം ഏതായിരുന്നു? വെനൻസുലയൊക്കെ ആണെങ്കിലും, ഓക്കെ, വെനൻസുലയിലൊക്കെ ആണെങ്കിലും, ഈ പറയുന്ന ആഫ്രിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബുർക്കിനോ ഫാസോയിലാണെങ്കിലും, ഉഗാണ്ടയിലാണെങ്കിലും, ഓക്കെ, ഏഷ്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പല എന്താണ് നമ്മുടെ പാകിസ്ഥാനിലാണെങ്കിലും, അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും, ബംഗ്ലാദേശിലാണെങ്കിലും, ഇവിടെ എല്ലാം എന്താണ് സംഭവിച്ചത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഈ പറയുന്ന രീതിയിൽ ഒന്നെങ്കിൽ ഒരു പട്ടാള അട്ടിമറി നടന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കിയത് ഞാൻ ഏഷ്യൻ രാജ്യങ്ങൾ നമ്മളൊരു 3 രാജ്യം പറയാൻ പറഞ്ഞില്ല. പാകിസ്ഥാൻ, നമ്മുടെ അയൽവക്കക്കാരായ പാകിസ്ഥാൻ, ഓക്കെ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ചൈനയിൽ നമുക്ക് അങ്ങനെ പൊളിറ്റിക്കൽ ഡീക്കെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും പൊളിറ്റിക്കൽ ഡീക്കെ നമുക്ക്, പിന്നെ ബംഗ്ലാദേശ്, ചൈന, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, നമ്മൾ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ നോക്കാം. പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ പോലും ഉണ്ട്. ആഫ്രിക്കയിൽ വരുവാണെങ്കിൽ ബുർക്കിന ഫാസോ, ഉഗാണ്ട, ഓക്കെ, സൗത്ത് സുഡാനിലൊക്കെ ഇപ്പോഴും പ്രശ്നം നടക്കുകയാണ്. ഓക്കെ, ലാറ്റിൻ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെനൻസുല, ചിലെ, ബൊളീവിയ, ഇവിടെ എല്ലാം ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിന് എന്ത് കിട്ടി? സമൂഹത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഭാഗമായിട്ട് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങി, സമൂഹം മോഡേണൈസ് ആവാൻ തുടങ്ങി. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് എഡ്യൂക്കേഷൻ കിട്ടി തുടങ്ങി, സമൂഹം മോഡേണൈസ് തുടങ്ങി. പക്ഷെ അവിടെ എന്ത് പറ്റി? പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീക്കായി തുടങ്ങി. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ വീക്കായി തുടങ്ങി? പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നെങ്കിൽ നേതൃത്വം വീക്കായതുകൊണ്ടാകാം, ഓക്കെ, ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വീക്കായതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കറപ്ഷൻ ആകാം. ഓക്കെ, കറപ്ഷൻ വലിയ ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മിലിറ്ററിയുടെയും പോലീസിന്റെയും ഓവർ റൂളിംഗ് കൊണ്ടാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു തരത്തിലുള്ള പോളിസീസും എത്താത്തത് കൊണ്ടാകാം. ഓക്കെ, ഇത്തരം സാഹചര്യങ്ങളാണ് ഈ പറയുന്ന നമ്മൾ PSD ഏത് രാജ്യം? പാകിസ്ഥാനിൽ നമുക്കറിയാം എപ്പോഴും മിലിറ്ററി കൂപ്പ് നടക്കുന്നത്. ഇന്നും മിലിറ്ററിക്കാണ് പാകിസ്ഥാനിലെ ഭരണത്തിന് മുകളിൽ വലിയ കൈയുള്ളത്. ഓക്കെ, മിലിറ്ററിക്കും അവിടുത്തെ ISI എന്ന് പറയുന്ന ചാരസംഘടനയ്ക്കുമാണ് പാകിസ്ഥാനിലെ വലിയ കൈയുള്ളത്. നമ്മൾ പിന്നെ എന്താണ് ഏതായിരുന്നു? ശ്രീലങ്കയിൽ 2023 ശ്രീലങ്കയിൽ ഉണ്ടായത് വലിയൊരു എക്സാമ്പിൾ ഉണ്ടോ? റീസെന്റ് ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ ഡീക്കേയുടെ വലിയ എക്സാമ്പിൾ ആണ് ശ്രീലങ്ക നടന്നത്. ശ്രീലങ്ക നമുക്ക് അറിയാവുന്ന രാജ്യമാണ്. ശ്രീലങ്കയിൽ വലിയൊരു രീതിയിൽ തോതിലുള്ള വരുമാനവും വന്നുകൊണ്ടിരുന്നത് ടൂറിസത്തിലൂടെയായിരുന്നു. ഓക്കെ, ടൂറിസവും അഗ്രികൾച്ചറും ആയിരുന്നു നമ്മുടെ ശ്രീലങ്കയുടെ വലിയ വരുമാനം എന്ന് പറയുന്നത്. പക്ഷെ കോവിഡ് വന്നപ്പോൾ എന്ത് പറ്റി? ടൂറിസം നിന്നുപോയി. അങ്ങനെ കോവിഡിന് ശേഷം അവിടുത്തെ ഗവൺമെന്റ് ഒരു സ്കീം കൊണ്ടുവന്നു. ഓക്കെ, അഗ്രികൾച്ചർ മാത്രമായിരുന്നു അവിടുത്തെ ഈ പറയുന്ന ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ടൂറിസം തകർന്നിരിക്കുകയാണ്. ടൂറിസം തിരിച്ചൊന്ന് ക്ലച്ച് പിടിച്ച് വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് അവിടുത്തെ ഗവൺമെന്റ് ഒരു ഓർഗാനിക് ഫാമിങ്ങിന്റെ ഒരു ബില്ല് പാസ്സാവുകയും പിന്നെ അവിടുത്തെ കുറെ ഫാമിംഗ് രീതികൾ ഓർഗാനിക് രീതികളിലേക്ക് അങ്ങ് മാറ്റി. ഓക്കെ, ഒരു ഫാമിംഗ് രീതികൾ ഓർഗാനിക് രീതികളിലേക്ക് മാറ്റി. ആ പോളിസി അവിടെ പാളി. കാരണം ഓർഗാനിക് രീതിയിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നമ്മളിപ്പം യൂഷ്വലി നമ്മൾ ഒരു അഗ്രികൾച്ചർ രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു അഗ്രികൾച്ചർ ഫാമിംഗ്, അത് പെട്ടെന്ന് നമ്മൾ ഓർഗാനിക് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? പ്രൊഡക്ഷൻ കുറയും.
ഓക്കെ, പ്രൊഡക്ഷൻ ഉറപ്പായിട്ടും പ്രൊഡക്ഷൻ കുറയും. കാരണം ഇത്രയും ഈ പറയുന്ന കിലോ കണക്കിന് ഈ സാധനം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന എങ്ങനെയാണ്? ഈ പറയുന്ന കെമിക്കൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. കെമിക്കൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ഭയങ്കര പ്രൊഡക്ഷൻ കൂടിയിരിക്കുന്നത്. പെട്ടെന്ന് ഓർഗാനിക് ഫാമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, നല്ല സാധനം കിട്ടുന്നുള്ളൂ, പക്ഷെ പ്രൊഡക്ഷൻ കുറയും, എമൗണ്ട് കുറയും. അത് അവിടുത്തെ എക്കോണമിയെ തകർത്ത് കളഞ്ഞു. അഗ്രേറിയൻ എക്കോണമി അവിടെ തകർത്ത് കളഞ്ഞു. അങ്ങനെയാണ് എന്ത് പറ്റിയത്, അവിടെ ഒരു പൊളിറ്റിക്കൽ ഡീക്കേ സംഭവിച്ചത്. കാരണം ഒന്നാമത് കോവിഡ് മൂലം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന അവിടുത്തെ സബ്ജക്ട്സിന് അല്ലെങ്കിൽ അവിടുത്തെ പോപ്പുലേഷന് അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു കഷ്ടം അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക് ഡിസ്പാരിറ്റി നിന്ന് അവർക്ക് കരകയറ്റി കൊടുക്കാൻ അവിടുത്തെ ഗവൺമെന്റിന് സാധിച്ചില്ല. അവിടുത്തെ ഗവൺമെന്റിന് ആ പോളിസി ഈ പറയുന്ന രീതിയിൽ കർട്ടൽ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കൊണ്ടുവന്ന പോളിസി പാളി. അപ്പൊ അവിടെ എന്ത് പറ്റി, അവിടെ ഒരു സിവിൽ ഇൻട്രസ്റ്റ് വന്നു, അവിടെ ഒരു സിവിൽ വാർ നടക്കുന്നു, അവിടുത്തെ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെടുന്നു. ബംഗ്ലാദേശിലും ഷെയ്ഖ് ഹസീന ഇപ്പം എന്താണ്, ഇന്ത്യയിൽ എക്സൈലിലാണ്. ഇപ്പം ബുർക്കിന ഫാസയിലൊക്കെ എന്താണ്, ബുർക്കിന ഫാസയിൽ ഈ പറയുന്ന അമേരിക്കൻ മീൻസ് വെസ്റ്റേൺ രാജ്യങ്ങളായിരുന്നു അവിടുത്തെ ആധിപത്യം. അവിടുത്തെ ഒരു പട്ടാള അട്ടിമറി നടക്കുന്നു. തോമസ് ശങ്കര എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ വന്ന്, പണ്ടാണ് നേതാവ് അവിടെ അട്ടിമറിക്കുന്നു. പക്ഷെ പുള്ളിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുള്ളിക്കും പുറത്തുനിന്നുള്ള പ്രഷറൊക്കെ കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഭരിക്കാൻ പറ്റുന്നില്ല. പുള്ളിയെ വധിച്ചു കളിക്കുകയാണ് ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങൾ. അപ്പോൾ ഈ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റ് എന്ന് പറയുന്നത് ഈ സമൂഹം മാറുന്ന അനുസരിച്ച് എന്താണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മാറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ നീഡിനനുസരിച്ച് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കറപ്ഷനും കാര്യവും ഈ പറയുന്ന ഇൻഎഫിഷ്യൻസി ഒക്കെ കൂടി കഴിഞ്ഞാൽ അവിടെ പൊളിറ്റിക്കൽ ഡീക്കേ ഉണ്ടാവും. മിലിറ്ററി കൂപ്സ് അതോറിറ്റി, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മിലിറ്ററി കൂപ്സ് വരാം. പിന്നെ എന്താണ് ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്കൽ വേറൊരു ആസ്പെക്ട് വരാം. അതായത് എപ്പോഴും ഗവൺമെന്റ് അട്ടിമറിയണമെന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പട്ടാളവും പോലീസും എന്ന് പറയുന്നത് ഒരു കൊവേഴ്സീവ് ഫോഴ്സ് ആണ്. അല്ലെങ്കിൽ ആരെയും അടിച്ചമർത്താനുള്ള അധികാരമുള്ള ആൾക്കാരാണ്. നിയമത്തിന്റെ ബലമുള്ള, അടിച്ചമർത്താനുള്ള അധികാരമുള്ള ആൾക്കാരാണ്. നിയമം പ്രൊട്ടക്ട് ചെയ്യുന്ന, അടിച്ചമർത്താൻ അധികാരമുള്ള ആൾക്കാരാണ് പോലീസും പട്ടാളവും. അപ്പം ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, ആ ഭരണാധികാരിക്ക് വേണമെങ്കിൽ ഒരു അതോറിറ്റേറിയൻ റൂൾ അവിടെ കൊണ്ടുവരാം. പാകിസ്ഥാനിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു അതോറിറ്റേറിയൻ റൂൾ കൊണ്ടുവന്ന ആൾക്കാരെ ഈ പറയുന്ന രീതിയിൽ മിലിറ്ററിന്റെയും പോലീസിന്റെയും കൺട്രോളിൽ വെച്ച് പോകാം. Huntington used such examples to explain political decay. When participation grows faster than institutions can handle, political decay occurs. അപ്പൊ എന്താണ് പാർട്ടിസിപ്പേഷൻ, ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്താണ്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് താങ്ങാവുന്നതിനെക്കാട്ടി കൂടുതൽ വരികയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, പൊളിറ്റിക്കൽ ഡീക്കേ ഉണ്ടാവും. മനസ്സിലാവുന്നതാണ്, സിമ്പിൾ ആണ് കോൺസെപ്റ്റ്. ഞാൻ എക്സാമ്പിളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ഇതിന്റെ ഒരു അപ്ഡേഷൻ ഫ്രാൻസിസ് ഫുക്കുയാമ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കണം, അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റിന്റെ സ്റ്റാർട്ടിങ് വെച്ച് നമുക്ക് ഒരു യൂണിറ്റ് കൂടെ തീർന്നു കഴിഞ്ഞാൽ, ഒരു മോഡ്യൂൾ കൂടെ തീർന്നാൽ നമ്മുടെ യൂണിറ്റ് കഴിഞ്ഞു. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ഡിസ്കസ് ചെയ്യാം ഈ യൂണിറ്റിന്. അത് ഞാൻ അങ്ങനെ വെച്ചേക്കാം കേട്ടോ. അപ്പം പിന്നെ ഫ്രാൻസിസ് ഫുക്കുയാമ നമ്മുടെ സാമുവൽ പി ഹണ്ടിങ്ടന്റെ സ്റ്റുഡന്റും കൂടെയാണ് കേട്ടോ. സാമുവൽ പി ഹണ്ടിങ്ടൺ സ്റ്റുഡന്റ് ആണ് ഫ്രാൻസിസ് ഫുക്കുയാമ. അപ്പൊ നമുക്കത് ഫ്രാൻസിസ് ഫുക്കുയാമയുടെ അപ്ഡേഷൻ ഓൺ പൊളിറ്റിക്കൽ ഡീക്കേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നാളെ ക്ലാസ് ഉണ്ടല്ലോ, നാളെ നോക്കാം കേട്ടോ. അടുത്ത യൂണിറ്റ് തുടങ്ങി വെക്കാം. മോഡ്യൂൾ. So that's it for today. Thank you. This option never show again. So thank you.